السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله خاتم النبيين وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സർവാദരണീയരായ ഉസ്താദുമാരെ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് കലിമത്തിലൂടെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിരമിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് ഖൈറായ കാര്യങ്ങൾ ഖൈറായ നിലയിൽ പറയാനും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ വിഷമങ്ങളൊക്കെ അകറ്റി ഇരു വീട്ടിലും റാഹത്തും ഇസ്സത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. ഐനുൽ ഖിബില ജിഹത്തുൽ ഖിബില തർക്കത്തിൻ്റെ അന്തസ്സാരം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത്. ഈ തർക്കത്തിൻ്റെ അന്തസ്വാരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അന്തസ്സാരം എന്ന് പറഞ്ഞ മലയാള വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ഉൾപ്പൊരുൾ, ആകത്തുക, വൽഹാസുൽ, ഗ്രാൻഡ് ടോട്ടൽ. ഈ വിഷയം നമ്മൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ്, ഏകദേശം ഒരു 115 വർഷം മുമ്പ് കേരളത്തിൽ കൊടുങ്കാറ്റ് വിരിച്ച, വിപ്ലവം സൃഷ്ടിച്ച, വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഐനുൽ ഖിബില ജിഹത്തുൽ ഖിബില എന്ന ഖിബില തർക്കം. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായ മാഹിരീങ്ങളാകുന്ന മുഹഖിഖീങ്ങളാകുന്ന ഉലമാ രണ്ട് ചേരിയിൽ അണിനിരന്നുകൊണ്ട് ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും ഫത്വകളും ലഘുലേഖകളും പ്രസിദ്ധീകരണങ്ങളും വാദങ്ങളും സംവാദങ്ങളും ഈ വിഷയത്തിൽ അന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൻ്റെ പല ഭാഗത്തും ഈ വിഷയം അധികരിച്ച് അന്ന് നടന്നിട്ടുണ്ട്. ഒരു പക്ഷത്ത് ഖുത്ബി തങ്ങളുടെ കൂടെ ഉസ്താദാകുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേതൃത്വത്തിൽ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കൊല്ലോളി അഹമ്മദ് മുസ്ലിയാർ, ചെറുശ്ശേരി പുതിയ സുലൈമാ മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭർ ഒരു പക്ഷത്തും, കേരളത്തിൻ്റെ ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന തട്ടാങ്കര കുട്ടിയാമ്മ മുസ്ലിയാർ, പൊന്നാനി മഖ്ദൂം കുഞ്ഞൻ ബാവ മുസ്ലിയാർ, വന്യരായ വഫാത്തായിപ്പോയ സമസ്തയുടെ നേതാവായിരുന്ന കോട്ടുമല ഉസ്താദിൻ്റെ, പട്ടിക്കാട് കോളേജിൻ്റെ പ്രിൻസിപ്പാളാകുന്ന കോട്ടുമല ഉസ്താദിൻ്റെ ഉസ്താദാകുന്ന കോമ മുസ്ലിയാർ, ആ കോമ മുസ്ലിയാരുടെ ഉസ്താദാകുന്ന കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇവരുടെ നേതൃത്വത്തിലുള്ള ഉലമാ മറുപക്ഷത്തും. അങ്ങനെ പ്രധാനപ്പെട്ട ഉലമാക്കളൊക്കെ രണ്ട് ചേരിയിലായി തിരിഞ്ഞ് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൻ്റെ പല ഭാഗത്തും ഈ ചർച്ച ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. വാർത്താ മാധ്യമങ്ങളൊന്നും ഇത്ര വേണ്ടമാത്രം വികസിക്കാത്തൊരു കാലത്ത്, സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്തൊരു കാലത്ത് കേരളത്തിൽ ഈ വിഷയം ഇത്രമാത്രം വിപ്ലവം സൃഷ്ടിച്ചു എങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്ന് ആലിമീങ്ങളുടെ ഇടയിലുള്ള തർക്കത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ആ വിഷയത്തിൽ ഇടപെടാറില്ല. പൊതുജനങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാറില്ല. ഇതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ആലിമീങ്ങളുടെ ഇടയിലുള്ള വലിയൊരു അഭിപ്രായ വ്യത്യാസമാണല്ലോ ഖുർആൻ പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ടത്.
ഖുർആൻ പരിഭാഷ ഹറാമാണ് എന്ന് ആലിമീങ്ങൾ നല്ലൊരു വിഭാഗവും, അതല്ല അത് അനുവദനീയമാണെന്ന് മറ്റൊരു വിഭാഗവും. 980 പരിസരത്തിലൊക്കെ കേരളത്തിൽ ലേഖനങ്ങളും പുസ്തകങ്ങളും ആ വിഷയത്തിൽ ഒരുപാട് രചിക്കപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ എഴുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും പൊതുജനങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടില്ല. എന്തേ? അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന്. അതേ സമയത്ത് ഐനുൽ ഖിബില ജിഹത്തുൽ ഖിബില തർക്കം 910, 913, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 10 കേരളത്തിൽ ഉണ്ടായപ്പോൾ അന്നത്തെ പൊതുജനങ്ങൾ അതിൽ ഇടപെടാൻ നിർബന്ധിതരായി. അങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇടപെടാൻ നിർബന്ധിതരായപ്പോൾ പല ഭാഗത്തും അത് വിപ്ലവങ്ങളുണ്ടായി. ഒരുപാട് ചർച്ചകളും ചർവണങ്ങളുമായിട്ട് ഈ ചർച്ചയിൽ അത് നടന്നു. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ കേരളത്തിൽ അരങ്ങേറാനുണ്ടാകുന്ന കാരണം. ഈ സംവാദങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ജനങ്ങളെ ഇടപെട്ട് പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭയെ ഇടപെടുത്തിയിട്ടാണ് ഈ ആലിമീങ്ങളെ മുഴുവനും ഒരു മേശക്കിരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാക്കിയത്. അപ്പോൾ ജനങ്ങൾ ഇടപെട്ട, ജനങ്ങളുടെ ഇടയിൽ വിപ്ലവം സൃഷ്ടിച്ചൊരു വിഷയമാണ് ഐനുൽ ഖിബില ജിഹത്തുൽ ഖിബില തർക്കം. ഇത് തിരിയാണെങ്കിൽ എന്താണ് ഐനുൽ ഖിബില ജിഹത്തുൽ ഖിബില തർക്കം? വിഷയം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ, അതിന് പശ്ചാത്തലം ഒരുക്കിയത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നത് ഹിജ്റ 1283 അവിടുത്തെ ജനനമുള്ളത്. കുഞ്ഞഹമ്മദ് ഞാൻ ചരിത്രം പറഞ്ഞ സമയം കിട്ടില്ല, പക്ഷേ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിത ചരിത്രം നമ്മൾ പഠിച്ചെങ്കിലേ കേരളത്തിൽ ഇതിലേക്ക് സൃഷ്ടിച്ച വഴി നമുക്ക് തിരിയും, ഈ വിപ്ലവത്തിലേക്ക് സൃഷ്ടിച്ച വഴി. അങ്ങനെ കുഞ്ഞഹമ്മദ് ഹാജി ജനിക്കുന്നത് വൈലത്തൂരിനടുത്ത ആദർശേരിയിലാണ്. ആദർശേരി കാള മൈദീനാജി എന്ന് പറഞ്ഞ ആളുണ്ട്. കാള മൈദീനാജി എന്ന് പറയാൻ കാരണം, അക്കാലത്ത് ജനങ്ങൾക്കൊന്നും സഞ്ചരിക്കാൻ വാഹനം ഉണ്ടാവില്ല. പ്രഗത്ഭർക്കൊക്കെ സ്വന്തം സഞ്ചരിക്കാൻ ഒരു കാളവണ്ടി ഉണ്ടാവും. അങ്ങനെ ഈ കുഞ്ഞഹമ്മദിയുടെ വാപ്പ അന്നത്തെ ഒരു പ്രഗത്ഭനും പൗരപ്രധാനിയാണ് നാട്ടിലെ. അദ്ദേഹത്തിന് സ്വന്തം സഞ്ചരിക്കാൻ ഒരു കാളവണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് കാള മൈദനാജി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനുണ്ടായ കാരണം. കുഞ്ഞഹമ്മദിയുടെ ഉമ്മ വമ്പളം തങ്ങളുടെ മുരീദാകുന്ന വലിയ ആലിമാകുന്ന ചാലിലകത്ത് ഖുസൈ ഹാജിയുടെ മകളാണ്. പക്ഷേ കുഞ്ഞഹമ്മദ് ഹാജി ഗർഭമുണ്ടായി പ്രസവിച്ച് ഏതാണ്ട് 2 വയസ്സിൽ താഴെ പ്രായമാകുന്ന സമയത്ത് ഉമ്മയും ബാപ്പയും തമ്മിൽ തെറ്റി. അങ്ങനെ ആ ബന്ധം വേർപിരിയേണ്ടി വന്നു. അങ്ങനെ അവസാനം കുഞ്ഞഹമ്മദ് ഹാജി വളർന്നു വരുന്നത് തിരൂരങ്ങാടി ചാലിലകത്ത് ഉമ്മയുടെ തറവാട്ടിലാണ്. അങ്ങനെയാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ കുഞ്ഞഹമ്മദ് ഹാജി അറിയപ്പെടാനുണ്ടായ കാരണം. അങ്ങനെ അമ്മമാരുടെ തണലിൽ അമ്മമാരുടെ അടുത്ത് നിന്ന് ഇൽമു പഠിച്ച് കിതാബ് ഓതി പഠിച്ച് കുഞ്ഞഹമ്മദ് ഹാജി കേരളത്തിൽ വളർന്നു. അങ്ങനെ കേരളത്തിലെ പല പള്ളി ദർസുകളിലും പഠിച്ചതിൻ്റെ ശേഷം ഉപരിപഠനാർത്ഥം കുഞ്ഞഹമ്മദ് ഹാജി വേലൂർ ഉമ്മുൽ മദാരിസീൻ ബാഖിയാത്തു സ്വാലിയാത്തിൽ പോയി. കേരളത്തിൽ നിന്ന് ബാഖിയാത്തു സ്വാലിയാത്തിൽ പോകുന്ന ആദ്യത്തെ വിദ്യാർത്ഥിയാണ് കുഞ്ഞഹമ്മദ് ഹാജി. അങ്ങനെ ബാഖിയാത്ത് ചെന്ന് നോക്കുമ്പോൾ ബാഖിയാത്തിലെ അന്നത്തെ പ്രധാന ഉസ്താദ് പ്രിൻസിപ്പാള് ബാഖിയാത്തിൻ്റെ ബാനിയാകുന്ന ബാനി ഹദ്റത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ വഹാബ് ഹദ്റത്താണ്. മഅഖൂലി അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് തങ്ങൾ അന്ന് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശരീക്കാണ് ബാനിയാത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, അതിൻ്റെ സാഹചര്യം ഞാൻ വിശദീകരിക്കുകയല്ല, ഒരു വർഷേ കുഞ്ഞഹമ്മദ് ഹാജി അവിടെ തുടർന്നുള്ളൂ. ചില സാഹചര്യങ്ങളെ കൊണ്ട് ബാഖിയാത്തിൽ തുടരാൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല. അന്ന് ഈ അബ്ദുൽ വഹാബ് ഹദ്റത്തിൻ്റെ അടുത്ത് വെച്ച് കുഞ്ഞഹമ്മദ് ഹാജി ഇൽമുൽ ഫലക്കിലും മഅഖൂലാത്തുമൊക്കെ കരഗതമാക്കി. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞഹമ്മദ് ഹാജി തിരിച്ചു വരുന്നത് വേലൂർ തന്നെയുള്ള ലത്തീഫിയ കോളേജിലേക്കാണ്. ലത്തീഫിയ കോളേജിൽ കുഞ്ഞഹമ്മദ് ഹാജി 5 വർഷം പഠിച്ചു എന്ന് കാണുന്നുണ്ട് ചില ചരിത്രങ്ങളിൽ. അല്ല, 6 വർഷം ലത്തീഫിയയിൽ പഠിച്ചു എന്നുണ്ട് ചില ചരിത്രങ്ങളിൽ. അതൊരു കിതാബിൻ്റെ ഇബാറത്താണെങ്കിൽ നമ്മൾ ജമ്മ ചെയ്യും. 5 വർഷം എന്ന് പറഞ്ഞാൽ 5 ഇനി അത് ആ കെസർ പോലെ വിട്ടതാണെന്ന് പറയും. 6 വർഷം എന്ന് പറഞ്ഞാൽ ആ കെസർ തേച്ചതാണെന്നും പറയും. അപ്പോൾ കിതാബിൻ്റെ ഇബാറത്തിൽ നമ്മൾ മുന്നിൽ കണ്ടാൽ നമ്മൾ ജമ്മ ചെയ്യും. ഇനി ചരിത്രം ജമ്മ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആവട്ടെ, കുഞ്ഞഹമ്മദ് ഹാജി വേലൂർ ലത്തീഫിയയിൽ പഠിക്കുമ്പോൾ അന്ന് വേലൂർ തമിഴ്നാട്ടിൽ തന്നെയുള്ള റഹ്മാനിയ അറബി കോളേജിൻ്റെ സ്ഥാപകൻ അഹമ്മദുൽ അദ്രമയുടെ അടുത്ത് വെച്ചിട്ട് ഇൽമുൽ മീഖാത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി പഠനം നടത്തി നൈപുണ്യം നേടി.
അങ്ങനെ റിസാലത്തുൽ മാറദീനിയൊക്കെ അവിടുത്തെ അടുത്ത് വെച്ച് പഠിച്ചു. ഈ അഹമ്മദുൽ അദ്രാമി എന്ന് പറഞ്ഞ സൈനി ദഹ്ലാൻ റഷ്യനാണ്. അങ്ങനെ അത് പഠിച്ച് കുഞ്ഞഹമ്മദ് ഹാജിയെ ലത്തീഫിയ കോളേജിൽ മുദരിസാൻ വേണ്ടിയിട്ട് കുഞ്ഞഹമ്മദ് ഹാജിയെ നിർബന്ധിച്ചെങ്കിലും അവിടുന്ന് തയ്യാറാകാതെ കുഞ്ഞഹമ്മദ് ഹാജി നേരെ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ ഒരുപാട് ദർസുമൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഹിജ്റ 1338 കുഞ്ഞഹമ്മദ് ഹാജി വഫാത്തായി. 38 വഫാത്തായി എന്ന് പറഞ്ഞാൽ 50 ചില്ലാനം വയസ്സേ കുഞ്ഞഹമ്മദ് ഹാജി ജീവിച്ചിട്ടുള്ളൂ. ചില ചരിത്രങ്ങളിൽ ഈ വിജ്ഞാന ശില്പികളെന്നോ അതിലേറ്റ കുഞ്ഞഹമ്മദ് ഹാജി 63 വയസ്സ് ജീവിച്ചു എന്നിട്ട് കാണാണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, വലിയ വലിയ ആൾക്കാരൊക്കെ കുറഞ്ഞ വയസ്സേ ജീവിക്കുള്ളൂ. അത് പരിശോധിച്ച് നോക്കിയാണ് നിങ്ങൾ. അതിൽ നിൽക്കുന്ന വിട്ട് കിടക്കുന്ന അന്ന് കുടവൈക്കാരം ഈ കെ ഹസൻ മുസ്ലിയാർ 57 വയസ്സാണ് ജീവിച്ചത് അല്ലേ. ഈ റാഫി ഇമാം നബി ഇമാം 40 ചില്ലാനം വയസ്സാണ് ജീവിച്ചത്. സുബ്ക്കി ഇമാം 40 ചില്ലാനം വയസ്സാണ് ജീവിച്ചത്. നമ്മളെ ഖയാലിൻ്റെ മുസ്വന്നിഫ് 30 ചില്ലാനം വയസ്സാണ് ജീവിച്ചത്. വലിയ വലിയ ആളുകളൊക്കെ നിങ്ങൾ കണ്ട. അങ്ങനെയാണ് കുഞ്ഞഹമ്മദ് ഹാജി അത്ര ജീവിക്കൂല എന്ന് എനിക്ക് ഉറപ്പായത്. അപ്പോഴാണ് ഞാൻ ഈ ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറായത്. സക്കരിയ അൻസാരി 90 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. സക്കരിയ അൻസാരി തങ്ങൾ 90 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അത് നിങ്ങൾ പരിധിയൊക്കെ ഉണ്ട്. അത് ഞാൻ ഇത്തിബാത്തിയായിട്ട് അങ്ങനെ വരികയാണോ എന്ന് അറിയില്ല. വലിയ വലിയ ആൾക്കാരൊക്കെ കുറഞ്ഞ ആയുസ് കൊണ്ട്, കുറഞ്ഞ ജീവിതം കൊണ്ട്, കൂടുതൽ സേവനം ചെയ്തത് കൊണ്ട് സേവനമൊക്കെ തീർന്നപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? തിരിച്ചു വിളിച്ചതായിരിക്കാനാണ് സാധ്യത. ഇരിക്കട്ടെ, അങ്ങനെ കുഞ്ഞഹമ്മദ് ഹാജി കേരളത്തിൽ വന്ന് ഒരുപാട് സ്ഥലത്ത് ദർസ് നടത്തി. ആ കൂട്ടത്തിൽ മൂപ്പര് ഈ പുളിക്കൽ ദർസ് നടത്തുന്ന കാലത്ത്, പുളിക്കൽ എന്ന ആ പള്ളി മുജാഹിദിൻ്റെ കയ്യിലാണ്. പുളിക്കൽ മൂപ്പര് കുഞ്ഞഹമ്മദ് ഹാജി ദർസ് നടത്തുന്ന കാലത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഞാൻ പറഞ്ഞല്ലോ, അന്നേ വരെ കേരളത്തിൽ ഒരു മഖ്ദൂമി സിലബസ് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞഹമ്മദ് ഹാജി വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. വേണേ വിദ്യാഭ്യാസത്തിൻ്റെ കരികുലവും അതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ഒക്കെ മാറ്റിയെടുത്തു. അങ്ങനെ ആ മഖ്ദൂമി സിലബസിൽ നിന്ന് ലേശം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരുപാട് മഅഖൂലാത്തുകൾ, അതുപോലെ തന്നെ ഇൽമുൽ ഫലക്ക്, ഇൽമുൽ മീഖാത്ത്, ഇതൊക്കെ നമ്മളെ സിലബസിൽ കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടുത്തി. ഇന്നൊരു മുതഅല്ലിം ഓതുന്ന മഅഖൂലാത്തിൻ്റെ കിതാബ് ഇപ്പോൾ ഇവിടെ കൂടെ ഞാനൊക്കെ ഓതുന്ന കാലത്ത് തസ്രീ മന്തിഖ് ഓതും, മിർഖാത്ത് ഓതും, അതുപോലെ തന്നെ സുല്ലമുൽ മുറൗനിഖ് ഓതും, ശറഉ തദീബ്, മുല്ലാസൻ, ഖുതുബി, മീർ സൈദം, ഖാദി, ഹംദുള്ള, ഒരാൾ കണ്ട് വരുമ്പോൾ തന്നെ 10-12 മഅഖൂലാത്തിൻ്റെ കിതാബ് ഓതിക്കാണ്. അങ്ങനെ മഅഖൂലാത്തുകളൊക്കെ അതിൻ്റെ മുമ്പ് വന്ന കുറവാണ്. കുഞ്ഞഹമ്മദ് ഹാജി ഇൽമുൽ മീഖാത്തും ഗണിതശാസ്ത്രവും മഅഖൂലാത്തുമൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സിലബസ് സിസ്റ്റം കേരളത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി നടപ്പാക്കി. അങ്ങനെ ഗണിതശാസ്ത്രവും ഇൽമുൽ മീഖാത്തും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് ഖിബല കണക്ക് കൂട്ടുന്ന ഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൽമുൽ മീഖാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖിബലയുടെ ദിശ ശരിയാക്കുന്ന ഇൽമ് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ ആകൃഷ്ടരായി. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ വന്നു. അങ്ങനെയാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ നഞ്ചിപ്പാടി, ഇതാണ് മംഗലാപുരം സുലൈമാൻ മുസ്ലിയാർ, ഇതാണ് നമ്മൾ പുതിയറ സുലൈമാൻ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരൊക്കെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദർസിൽ ചേർന്നു. അവർ റിസാലത്തുൽ മാറദീനി, അതിന് കുഞ്ഞഹമ്മദ് ഹാജിയുടെ തഖ്രീറാണല്ലോ, അതിൽ ആമിഷിൽ കാണും. റിസാലത്തുൽ മാറദീനി കുഞ്ഞഹമ്മദ് ഹാജിയുടെ അടുത്ത് വെച്ച് ഓതിപ്പടിച്ച ആ ഫന്നിൽ മഹാറത്ത് നേടി അവർ പുളിക്കൽ ഖിബില പരിശോധിച്ചു. പള്ളിയുടെ ഖിബില പരിശോധിച്ച് നോക്കുമ്പോഴാണ് പുളിക്കൽ പള്ളിയുടെ ഖിബില ഐനുൽ കഅബയിലേക്കല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ വിഷയം അവർ കുഞ്ഞഹമ്മദ് ഹാജിയോട് പറഞ്ഞു. കുഞ്ഞഹമ്മദ് ഹാജിയോട് പറഞ്ഞപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു, നമ്മളൊരു കണക്കൂട്ടി പരിശോധിച്ചിട്ട് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഖിബില, പള്ളിയുടെ ഖിബില ഐനിലേക്കല്ല എന്ന് തിരിഞ്ഞത് കൊണ്ട് ജനങ്ങളോടത് പറയാൻ പറ്റൂല. കാരണം ഇക്കാലം വരെ ജനങ്ങൾ നിസ്കരിച്ചു പോകുന്ന പള്ളിയല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞഹമ്മദ് ഹാജി കണക്കൂട്ടി പരിശോധിച്ചപ്പോഴും ആ ഖിബില തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി അപ്പോഴും പറഞ്ഞില്ല. അപ്പോഴും പറയാതെ വന്നപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി അങ്ങനെ കോഴിക്കോടുള്ള പല പള്ളികളും പരിശോധിച്ചു ആ പള്ളിയൊക്കെ തെറ്റാണ്. മലപ്പുറത്തൊരു പള്ളി പോയി പരിശോധിച്ച് നോക്കുമ്പോൾ ആ പള്ളി കറക്റ്റാണ്. അത് വന്നതിന് ശേഷം കുഞ്ഞഹമ്മദ് ഹാജി ഈ പുളിക്കൽ വന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മെഹ്റാബിൽ നിന്ന് ലേശം തെറ്റി നിസ്കരിക്കും. ഇപ്പോൾ പൊതുജനങ്ങൾ ഇടപെടേണ്ടി വന്നു.
എന്താണ് മോലിയാർ ഇത്ര കാലമില്ലാത്ത ഒരു സ്വഭാവം? എന്താണ് മോലിയാർ മേറാബിൽ നിന്ന് തെറ്റി നിസ്കരിക്കണത് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാമാതാജി പറഞ്ഞു, ഈ പള്ളിയുടെ ഖിബിലയൊക്കെ തെറ്റാണ്, അതുകൊണ്ട് അയനുൽ ഖിബിലയിലേക്കല്ല, അതുകൊണ്ട് ഇനി നേരെ മേറാബിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല, നിസ്കാരം സഹിയാവണം എന്നുണ്ട് എങ്കിൽ ലേശം തെറ്റി നിസ്കരിക്കണം എന്ന് പറഞ്ഞു കുഞ്ഞാമാതാജി. ഇങ്ങനെയാണ് ഖിബില ചർച്ച പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പുളിക്കലിലാണ് ആദ്യം ഈ ചർച്ച ഇറങ്ങുന്നത്. അപ്പോൾ കുഞ്ഞാമാതാജിയുടെ വാദം അയനുൽ ഖിബിലയിലേക്ക് തിരിയണം എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഇവിടെ 1000 ഈ ചർച്ച നടക്കുന്നത് 910 മുമ്പാട്ടോ, 910-8 കാലഘട്ടത്തിലാണ്. ഹിജറ 1333 തുഹ്ഫത്തുൽ അഹ്ബാബ് എന്ന പേരിൽ ഈ വിഷയത്തിൽ ദഞ്ചിപ്പാട് സുലൈമാൻ മുസ്ലിയാർ മംഗലാപുരത്തിൽ, ഇതാണ് പുതിയ സുലൈമാൻ മുസ്ലിയാർ, ഇദ്ദേഹം കുഞ്ഞഹമ്മദ് ഹാജിയുടെ പക്ഷത്ത് നിന്ന് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മുനാദറിൽ പങ്കെടുത്ത ആളാണ്. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ്. ഇദ്ദേഹം ഒരു അറബി മലയാള കിതാബ് എഴുതി, തുഹ്ഫത്തുൽ അഹ്ബാബ്. ആ അറബി മലയാള കിതാബ് 90ഓളം പേജുണ്ട്. അതിലും 10 പേജ് അതിൻ്റെ ഫീറസ്തും മറ്റതായിട്ടാണ് കഴിഞ്ഞു പോകും, 80 പേജ്. ആ അറബി മലയാള കിതാബ് ഇദ്ദേഹം പറയുന്നുണ്ട്, ഹിജ്റ 1332 ജുമാദുൽ ആഖിറ മാസം ആണ് തിരൂരങ്ങാടി നടത്തിപ്പടി ചാലകത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ പുസ്തകത്തിൽ നിന്ന് അച്ചടിക്കണ പുസ്തകമാണ്. കുഞ്ഞഹമ്മദ് ഹാജി ഇടപെട്ടുകാട്ടാണ് ഈ പുസ്തകം പുറത്തിറക്കിയത്. ഈ പുസ്തകത്തിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ വാദം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. അതായത് കുഞ്ഞഹമ്മദ് ഹാജി പറയുന്നത്, നമ്മൾ നിന്ന് നിസ്കരിക്കുമ്പോൾ ഖിബലയുടെ അയനിലേക്ക് തിരിയണം. അയനിലേക്ക് തിരിയാൻ അതിൻ്റെ അർത്ഥം എന്താ? നിൽക്കണ പോയിന്റിൽ നിന്ന് നമ്മളെ നേരെ മധ്യത്തിൽ നിന്ന് ഒരു ഖത്ത് അങ്ങോട്ട് വിട്ടാൽ, ഒരു മുസ്തഖീമായ ഖത്ത് അങ്ങോട്ട് വിട്ടാൽ കഅബയിലേക്ക് മുട്ടണം. എന്താണ്? ഇവിടുന്ന് ഒരു നൂലങ്ങോട്ട് പിടിച്ചാൽ കഅബയിലേക്ക് എന്ത് ചെയ്യണം? മുട്ടണം. എന്നെങ്കിലേ നിസ്കാരം ശരിയാവുള്ളൂ എന്ന് കുഞ്ഞഹമ്മദ് ഹാജി. അതുകൊണ്ട് പള്ളിയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റി ഉണ്ടാക്കണം. പൊന്നാനി പള്ളി വരെ, പൊന്നാനി പള്ളി ഖിബലയുടെ നേരെ കിഴക്ക് പടിഞ്ഞാറാണ്, വടക്ക് പടിഞ്ഞാറ് 22 ഡിഗ്രി തെറ്റാന്ന് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞിട്ടുണ്ട്, പൊന്നാനി പള്ളി വരെ. അപ്പോഴാണ് പുളിക്കലുള്ള ഈ നിസ്കാരം അയനിലേക്ക് തിരിയണമെന്ന്. അപ്പോഴാണ് മറുപക്ഷം ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ, ജിഹത്ത് പറഞ്ഞാൽ എന്താ? നമ്മളത് തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു ജിഹത്ത് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര ജിഹത്തുണ്ട്? ഞാൻ നിങ്ങളെ പരിശോധിക്കുകയല്ല കേട്ടോ, എനിക്ക് പ്രസംഗരംഗം പരിചയം കുറവാണ്, നമ്മൾ ഈ ദർശനത്തിൽ പരിചയമുള്ളത്. അപ്പോൾ ജിഹത്ത് പറഞ്ഞാൽ എന്താ? 6 ജിഹത്താണ് നമ്മൾ പറയാം. മേൽഭാഗം, അടിഭാഗം, മുൻഭാഗം, പിൻഭാഗം, വലഭാഗം, ഇടഭാഗം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ തസവൂറാക്കി ഒരു ദായിറ നമ്മളിങ്ങോട്ട് വരച്ചു, അതിൻ്റെ ഒരു കുത്തുറും ഇങ്ങോട്ട് വരച്ചു, അങ്ങ് ഓടുമല്ലോ. കാരണം അതിൻ്റെ പരിചയം ഞാൻ പരസ്യം കണ്ട ഇൽമുൽ മീഖാത്തിൽ ദഖലിലുള്ള അതിലുണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓടുമെന്ന് വിചാരിക്കണം. ദായിറ കണ്ട് ഒരു ഖത്ത് ഇങ്ങോട്ട് വരച്ചു വന്നു. ഈ ഖത്തിൻ്റെ മുൻഭാഗം ഏതാ? അത് നിങ്ങൾ പറയണം. നമ്മളൊരു ദായിറ ഇങ്ങോട്ട് വരച്ചു, അതിൻ്റെ കുത്തുറ് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനത്തെ ഉള്ള ദായിറ ഇങ്ങനെ വരച്ചു, ഇങ്ങനത്തെ ഉള്ളൊരു കുത്തുറ് വരച്ചാൽ ആ കുത്തുറിൻ്റെ മുൻഭാഗം ഏതാ? കുത്തുറിൻ്റെ അങ്ങേ ഭാഗം, പിൻഭാഗം ഇങ്ങേ ഭാഗം. എന്നാൽ വലഭാഗം ഏതാ? പിന്നെ ഈ കുത്തുറിൻ്റെ അങ്ങേ ഭാഗം മുൻഭാഗമാണ്, കുത്തുറിൻ്റെ ബാക്ക് ഭാഗം പിൻഭാഗമാണ് എങ്കിൽ കുത്തുറിനൊരു ഇതിനൊരു വലഭാഗയുടെ ഭാഗം ഉണ്ടാവില്ലേ? അപ്പം പിന്നെ 2 ഭാഗം ഇവിടെ പോയി. ഇവിടെയാണ് ജിഹത്തുൽ ഖിബല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. നമ്മൾ തിരിയുന്നത് പടിഞ്ഞാറ് ഭാഗത്തായാൽ കഅബ ജിഹത്താവില്ല. ജിഹത്താകണം എന്നുണ്ട് എങ്കിൽ ഒരാളിങ്ങനെ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 2 ഖത്ത് ഇങ്ങനെയാണ് വിട്ടു 90 ഡിഗ്രിയിൽ. എന്താണല്ലേ, ഞാൻ നിങ്ങൾ തസൂറാക്കി കൊള്ളുന്നുള്ളൂ. ഒരു ദായിറ നമ്മൾ കണ്ട് വരച്ചു, അതിനൊരു കുത്തർ ഇങ്ങനെ വിലങ്ങനെ കണ്ട് വരച്ചു, വേറൊരു കുത്തർ ഇങ്ങനെ വരച്ചു. എന്നാൽ അത് കൊമ്പ് തക്കാത്ത് ആകുമല്ലോ. എത്ര ദർജയിലാണ് തക്കാത്ത് ആകുക? മർക്കസിൽ 90. അപ്പോൾ ഈ 90 തക്കാത്ത് ആകുന്ന ഈ 2 ഖത്ത് ഇങ്ങനെ, ഇതതിൻ്റെ മുൻഭാഗം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, എതിർക്കോണ് ഇങ്ങനെ വരുന്ന അതിൻ്റെ പിൻഭാഗം. അവിടെ ഇങ്ങനത്തെ ഒരു ഖത്ത് ഉണ്ടാവും. ഇതതിൻ്റെ വലഭാഗവും ഇങ്ങനത്തെ ഉള്ള ഖത്ത് അതിൻ്റെ ഇടഭാഗം. അപ്പോൾ കഅബയുടെ ജിഹത്ത് എന്ന് പറഞ്ഞാൽ തട്ടാശ്ശേരിക്ക് പിന്നെ ഈ
കുട്ടിയാമ്മ മുസ്ലിയാരൊക്കെ പറഞ്ഞ തട്ടാങ്കര കുട്ടിയമ്മ മുസ്ലിയാരൊക്കെ പറഞ്ഞത് നമ്മളെ ഫിഖിൻ്റെ കിതാബിലൊക്കെ ഉണ്ടത്, നോക്കിയാൽ തിരി. ചാലിയാത്തി അവിടുത്തെ ഖീറത്തുൽ അതില്ല എന്ന് ഷാലിയാത്തി വിഷയത്തിലൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിലും ഷാലിയാത്തി പറയുന്നുണ്ട് ആ ഖീറത്തുൽ അതില്ലയിൽ. ആ ജിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാബയുടെ അടുത്ത് നിന്ന് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വലത്തേ കണ്ണിൽ നിന്നൊരു കത്ത് ഇങ്ങനെ പോട്ടെ, ഇടത്തേ കണ്ണിൽ നിന്നൊരു കത്ത് ഇങ്ങനെയും പോട്ടെ, ഈ ദർജ ഈ ഡിഗ്രി 90 ആകുക. എന്നാൽ ഈ 2 ഖത്തിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലം അവിടെ കാബ് വരണം. ആ 2 ഖത്തിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലത്ത് കാബ് എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി. അപ്പോൾ ദൂരം പോകുന്നതോടെ ഖത്തിൻ്റെ നീളം കൂടും. ഇതാണ് കാബയുടെ ജിഹത്ത്. അപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 45 ഡിഗ്രി വടക്കോ 45 ഡിഗ്രി തെക്കോ ആയിട്ട് നമ്മൾ 2 ഖത്ത് പോയാൽ ആ 2 ഖത്തിൻ്റെ ഇടയിലൂടെയെങ്കിലും കാബ വന്നാൽ അങ്ങോട്ട് തിരിഞ്ഞാലും എന്താകും, ജിഹത്താകും, നിസ്കാരം സഹിയാകും. ഇങ്ങനൊരു കൗലുണ്ടല്ലോ, അതിനിലേക്ക് തന്നെ തിരിയണമെന്നില്ല, ഇങ്ങനെ ജിഹത്തിലേക്ക് തിരിഞ്ഞാലും മതി എന്നൊരു കൗലുണ്ടല്ലോ എന്ന് പറഞ്ഞ തട്ടാകര കുട്ടിയമ്മൂലിയാർ. ഇത് ആദ്യം പുളിക്കൽ വെച്ച് തുടങ്ങുമ്പോൾ കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഞങ്ങളോട് പറഞ്ഞു, കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഞങ്ങളോട് പറഞ്ഞു മുസ്ലിയാരുടെ ഉസ്താദാണ് എന്ന് പറഞ്ഞാൽ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല ഉസ്താദിൻ്റെ ഉസ്താദാകുന്ന മുസ്ലിയാരുടെ ഉസ്താദാകുന്ന കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹം ചാലിയാത്തിയുടെ വാപ്പാൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണല്ലോ ഈ സംഭവം. ആദ്യം ഈ സംഭവം ഉണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. അദ്ദേഹം ഇതിനെ എതിർത്തു. അത് വേണമെന്നില്ല, ജിഹത്തിലേക്ക് തിരിഞ്ഞാലും മതി എന്ന്. ഇത് വന്നപ്പോൾ കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞപ്പോൾ അന്നത്തെ ജനങ്ങളുടെ അടിയിൽ ഇത് ഇടപെടേണ്ടി വന്നില്ല. കാരണം ജനങ്ങളോട് പള്ളി പൊളിച്ചണം എന്നാണ് അറിയണത്. പള്ളി പൊളിക്കണമെന്ന് ആലിമീങ്ങൾ 10 പറഞ്ഞല്ലാതെ ആലിമീങ്ങളെ തർക്കാറിന് കേട്ട ആൾക്കാർ പോകില്ല. കാരണം ഓല് പൈസ കൊടുക്കണതിന്. അപ്പോൾ ജനങ്ങൾ ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെ അപ്പോൾ ഈ ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതി എന്ന് അങ്ങനൊരു കൗലുണ്ടല്ലോ എന്ന് ആര് നട്ടാര കുട്ടിയെ മനസ്സിലായി. ഇതാണ് ഈ വിഷയത്തിൻ്റെ ഏതുള്ളത് തുടക്കമുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ തുടക്കം പുതിയാള സുലൈമാൻ മുസ്ലിയാർ എഴുതിയ തുഹഫത്തുൽ അഹ്ബാബിൽ ആദ്യ ഭാഗത്ത് തന്നെ 2-ാം പേജിൽ വാദം പറയുന്നുണ്ട്. ഇത് പഴയ തർജിമയാണ്, അറബി മലയാളം. അപ്പോൾ ആ ലോകത്താണ് ഇതിലുണ്ടാകുക. നമ്മുടെ മലയാളത്തിലെ പള്ളികളുടെ മെഹ്റാബുകളിൽ അനേകം മെഹ്റാബുകൾ ഖിബലക്ക് ശരിയല്ലെന്നും ഓരോ ദിക്കുകളിലുള്ള പല പള്ളികളുടെ മെഹ്റാബുകൾ തമ്മിൽ അന്യോന്യ വ്യത്യാസങ്ങളുണ്ടെന്നും അവകൾ ഒന്നിനും മറ്റൊന്നിനേക്കാൾ ഒരു വിശേഷതയും ഇല്ലാത്തതിനാൽ അവകളിൽ ഒന്നിലും ഇജ്തിഹാദ് ചെയ്യാതെ നിസ്കരിപ്പാൻ പാടില്ലെന്നും ഒന്നാമതായി ഒരു വാദം പുറപ്പെട്ടു. ഇതാണ് ചാലകത്തിൻ്റെ ആദ്യത്തെ വാദം. നമ്മളെ നാട്ടിലുള്ള പള്ളികളൊക്കെ ഖിബലക്ക് തിരിയല്ല, അതുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യാതെ അതിലൊന്നും എന്ത് ചെയ്തുകൂടാ, നിസ്കരിച്ചുകൂടാ എന്ന്. അവിടെ നമ്മളെ ഫിഖിൻ്റെ കിതാബിൽ കാണുന്നൊരു വാക്കുണ്ട്, അതിന് ചാലില്ലാത്ത മറുപടി പറഞ്ഞിട്ടുണ്ട് വേറെ സ്ഥലത്ത്. അതായത് നമ്മളുടെ ഫിഖിൻ്റെ കിതാബിലൊക്കെ ഖിബലയുടെ ഐനത്തിലേക്ക് തന്നെ തിരിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തിരിയണം, അതിൽ തർക്കമല്ല. അതൊരു മദ്ഹബിൻ്റെ അടിയിലും തർക്കമല്ല. അപ്പോൾ കാബൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കാബയിലേക്ക് തന്നെ തിരിയണം, ജിഹത്ത് പോരാ. അല്ലേ? നമ്മളെ ഫിഖിൻ്റെ കിതാബിലൊക്കെ കാണേണ്ട ഒരു മസല, നമ്മൾ പഴയ കാലത്തെ മുസ്ലിങ്ങൾ നിസ്കരിച്ച് വരുന്ന മെഹ്റാബുകൾ, ആ മെഹ്റാബുകളുടെ അവിടെ ഇജ്തിഹാദ് പാടില്ല. പഴയ കാലത്തെ മുസ്ലിങ്ങൾ പരമ്പരാഗതമായി നിസ്കരിച്ച് പോരുന്ന മെഹ്റാബുകൾ, ആ മെഹ്റാബുകളുടെ അവിടെ ഇജ്തിഹാദ് പാടില്ല എന്ന് നമ്മൾ കിതാബിലൊക്കെ കാണാണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിനെ ആസ്പദമാക്കൽ വാജിബാണ്. ഇതിനെക്കുറിച്ച് ചാലില്ലാത്ത മറുപടി പറഞ്ഞു. അത് ഈ തർജ്ജമൻ്റെ കുറച്ച് ഭാഗത്ത് താഴത്ത് പോയാൽ കിട്ടും. ചാലില്ലാത്ത് പറഞ്ഞു ആ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ഖിബലൻ്റെ ദലീൽ അറിയുന്ന ആളുകൾ നിസ്കരിച്ച മെഹ്റാബാണ്, അല്ലാതെ ആരെങ്കിലും നിസ്കരിച്ച മെഹ്റാബല്ല. കേരളത്തിലുള്ള ആളുകൾക്കൊന്നും ഖിബലൻ്റെ ദലീൽ അറിയില്ലായിരുന്നു. മൂപ്പര് അതിരാപട്ടണത്ത് പഠിച്ചു പോകുന്നതിൻ്റെ ശേഷമാണ് ഇൽമുൽ മീഖാത്ത് കേരളത്തിൽ പ്രചരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ആ മെഹ്റാബുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല എന്ന്. മസ്ജിദ് അംർ ഇബ്നുൽ ആസിൻ്റെ മസ്ജിദിലുള്ള മെഹ്റാബ് ഇവിടെ ഈജിപ്തിലുള്ള ആ മെഹ്റാബ് വരെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചാലില്ലാത്ത്. ഈജിപ്തിൽ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഈജിപ്തിലെ ഗവർണറായി വന്നിരുന്നു. ആ കാലത്ത് ഈജിപ്തിലെടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ കാലത്തുള്ള മെഹ്റാബ്, ആ പള്ളി പോയി നോക്കിയാൽ ഇന്നും ഉണ്ട് ആ മെഹ്റാബ് അവിടെ.
ഇന്ന് അവിടെ ഈജിപ്തിൽ ഇപ്പോൾ നിസ്കരിക്കണ മേറാബല്ല പള്ളിയിൽ. അവിടുന്ന് ആ മേറാബിൻ്റെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ കുറച്ച് ഇടത്തോട്ട് അങ്ങോട്ട് തെറ്റിയാൽ അവിടെ ഒരു മേറാബ് കാണും. ആ മേറാബാണ് മസ്ജിദുൽ അത്തീഖിലെ മേറാബ് എന്നൊക്കെ വൈഫാറിന മേറാബ്. ആ മേറാബ് വരെ അംഗീകരിച്ചുകൂടാ. കാരണം സ്വഹാബത്തിരിക്കും ഖിബ്ലയുടെ കാര്യത്തിൽ തെറ്റുപറ്റാവും എന്ന് ജാലാത്തൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ വാദം പുറപ്പെട്ടു. അപ്പോൾ ഖിബ്ല കഅബത്തിൻ്റെ അയനാണെന്ന ഖൗല് പ്രകാരം നിസ്കരിപ്പാൻ പാടില്ലെങ്കിലും ഖിബ്ല കഅബത്തിൻ്റെ ജിഹത്താണെന്ന ഖൗല് പ്രകാരം ഈ പള്ളികളിലൊക്കെയും ഇജ്തിഹാദ് കൂടാതെ നിസ്കരിക്കാമെന്ന് ഒരു എതിർവാദം പൊട്ടിപ്പുറപ്പെട്ടു. ഇതാണ് തട്ടാങ്ങര കുട്ടി മുലിയാർ പറഞ്ഞത്. അയനല്ലെങ്കിലും ജിഹത്ത് മതിയെന്ന്. ഇപ്പോൾ ഇവിടെ എന്തായി? ഖിലാഫ് കുറച്ച് ചെറുതായി കിട്ടി. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പള്ളികൾ ഖിബ്ലയുടെ അയനല്ല. ഇത് രണ്ടൂട്ടും സമ്മതിച്ചു. മനസ്സിലാകേണ്ടത് കേരളത്തിലെ പള്ളികൾ കാരണം അയനല്ലെങ്കിലും ജിഹത്ത് മതി എന്നാണ് അവർ പറയുന്നത്. അയനല്ല എന്നുള്ള കാര്യം രണ്ടൂട്ടും എന്ത് ചെയ്തു? സമ്മതിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അയനിലേക്ക് തിരിഞ്ഞോളണം എന്നില്ല, ഏത് മതി? ജിഹത്തിലേക്ക് മതി. അപ്പോൾ തർക്കത്തിൻ്റെ ആകത്തുക ഉണ്ടായി. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അയനിലേക്ക് തിരിയണോ അതോ ജിഹത്തിലേക്ക് മതിയോ എന്നോട് തെറ്റിപ്പോൾ തർക്കം. അയനിലേക്ക് തിരിയണോ അതോ ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതിയോ എന്ന്. അങ്ങനെ ഖിബ്ല ജിഹത്താണ് എന്ന് വെച്ചാൽ ഖിബ്ല ജിഹത്താണെന്ന് പറയുമ്പോൾ കഅബത്തിൻ്റെ വലത്തോട്ട് 45 ദർജയും ഇടത്തോട്ട് 45 ദർജയും കൂടി ആകെ 90 ദർജ ജിഹത്തുണ്ടാകുന്നതിനാൽ ഈ 90 ദർജയിൽ ഉൾപ്പെട്ട് എവിടേക്ക് നിസ്കരിച്ചാലും ആ നിസ്കാരം സ്വഹിയാകുന്നതാണെന്നും മലയാളത്തിലെ പള്ളി മെഹ്റാബുകൾ ഈ 90 ദർജയിൽ ഉൾപ്പെട്ട ജിഹത്തിനെയും വിട്ട് പുറപ്പെട്ടതല്ലെന്നും അതിനാൽ ഈ മെഹ്റാബുകളിലൊക്കെയും ഇജ്തിഹാദ് കൂടാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാകുന്നതാണെന്നും ഒരു എതിർവാദവും പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ 2 വാദങ്ങൾ അതിനുണ്ടായി. അതിന് ഉത്തരം പറഞ്ഞ ദാവീദ് ഇതാണ്. അപ്പോൾ ഇത് ജിഹത്തിലേക്ക് തന്നെ അയനിലേക്ക് തിരിയണം എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അത് വായിച്ചത് അതിനല്ല. അന്നത്തെ വാദങ്ങൾ എങ്ങനെയാണ്? ഖിബ്ലയുടെ അയനിലേക്ക് തിരിയണോ അതോ ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതിയോ എന്നുള്ളതാണ് അന്നത്തെ വാദം. അപ്പോൾ അയനിലേക്ക് തിരിയണം. നമ്മളെ ഫിഖഹിൻ്റെ കിതാബൊക്കെ നോക്കിയാൽ നമ്മളെ കാണും ചെയ്യും. ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നമ്മൾ ആളല്ല കേട്ടോ. ഒന്ന് ചാലില്ലാത്ത കുഞ്ഞാമുതാജിയാൾ ഒരു പക്ഷത്ത്. അന്ന് ഷാലിയാത്തില്ല, നമ്മളെ ഷാലിയാത്തി വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെയാണ് ഷാലിയാത്തിക്ക് അന്നൊരു 26-30 വയസ്സിൻ്റെ ഇടയിലാണ്. ഷാലിയാത്തി വിഷയത്തിൽ വലിയ മാഹിറാണ്. അതിന് കാരണം ഷാലിയാത്തിയുടെ ഉസ്താദാണ് ചാലിലകത്ത്. എന്നാൽ ചാലിലകത്തിൻ്റെ ഉസ്താദാണ് തട്ടാങ്ങര കുട്ടി മുലിയാർ. അപ്പോൾ പിന്നെ ചാലിലകത്തിന് അനുകൂലമായിട്ടുള്ള ദലീലുകൾ നമ്മൾ ആദ്യം ഒരു മസല മനസ്സിലാക്കേണ്ട നിങ്ങളിവിടെ. അതായത് കഅബയുടെ അടുത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ അയനിലേക്ക് വേണം എന്ന കാര്യത്തിൽ ഖിലാഫില്ല. ഒരു മദ്ഹബിൻ്റെ അടിയിലും ഖിലാഫില്ല. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണത്. അത് നിങ്ങൾ ആദ്യം ആ മസലങ്ങളാദ്യം മനസ്സിലാക്കണം. കഅബയുടെ വിട്ടിലേക്ക് നിസ്കരിക്കുമ്പോൾ അയനിലേക്ക് തിരിയുകയാണെങ്കിൽ തന്നെ അത് ലന്നം നൽകു മതി എന്നതിലും തർക്കമല്ല. കഅബയുടെ വിട്ടുവെച്ച് നിസ്കരിക്കുമ്പോൾ ജിഹത്തിലേക്ക് മതിയോ പോരെ? നമ്മളെ ഫത്വയിൽ എങ്ങനെയാണുള്ളത്? വഖാമിസുഹാ ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി. ഇതെങ്ങനെയാണ് ഖുർറത്തുൽ അയ്നുള്ളത്? മത്തിന് അങ്ങനെയാണല്ലോ. അവിടെ ഫത്വയിൽ മുമ്പ് ഷറ ചെയ്ത് ഒരു കൈത് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഫഖാമിസുഹാ ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ലത്തി. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ലാഹിർ നോക്കുമ്പോൾ, ലാഹിർ തന്നെയാണ് ഞാൻ പറയുന്നത്, നോക്കുമ്പോൾ ചാലിലകത്തിന് ഏതാണെന്ന് കേട്ടു അനുകൂലമായിട്ടുള്ള തെളിവാണ്. അത് ഫലാ യക്ഫി ജിഹത്തു ഇസ്തിഖ്ബാലു ജിഹത്തിഹ. അപ്പോൾ ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ഔലാ ഖിലാഫല്ലി അബി ഹനീഫ. ഇങ്ങനെയാണ് ഫത്വമീനിലുള്ളത്. ഇനി തുഹഫൻ്റെ ഭാഗത്ത് എങ്ങനെയാണുള്ളത്? ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ശർത്തുൽ ലി സ്വലാത്തിൽ ഖാദിർ. ഇങ്ങനെയാണ് മിൻഹാജിൻ്റെ ഭാഗത്ത്. അവിടെ തുഹഫ ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ലത്തി അയൽ കഅബത്തി ശർത്തുൽ ലി സ്വലാത്തിൽ ഖാദിരി. അപ്പോൾ അവിടെ എന്തായി? ഫത്വമീൻ പോകുന്ന വഴിയായി. അതായത് എനിക്ക് എന്ത് ചെയ്യണം? തിരിയണം. പക്ഷേ തുഹഫ അതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം ഫത്വമീൻ കൂടിയാണ് മനസ്സിലാക്കിയാൽ മതി. ലാകിൻ യഖീനൻ ബി മുആയനത്തിൻ ഔ മസ്സിൻ ഔ ബിർതിസാമി അമാറത്തിൻ ഫീ ദിഹ്നിഹി. അപ്പോൾ കഅബ തൊട്ടിട്ട് അല്ലെ കഅബനെ കണ്ടിട്ട് അല്ലെ കഅബ എന്നോടത്താണെന്ന് അറിയിക്കുന്ന അമാറത്തുണ്ടായിട്ട് യഖീൻ നിലക്ക് പിന്നെ ഏത് കഅബൻ്റെ ഇടയിൽ മറയില്ലാത്തടുത്ത്
അങ്ങനെ ഒരു കൈതും കൂടി തൊയ്ഫ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്. തൊയ്ഫിനെ നേരെ ഇബാറത്ത് ഔബിർത്തിസാമി അമാറത്തിൻ ഫീ ദിഹ്നിഹി തുഫീദു മാ യുഫീദുഹു അഹദു ഹാദൈനി ഫീ ഹഖ്ഖി മൻ ലാ ഹായില ബൈനഹു വ ബൈനഹ ഔ ദന്നൻ ഫീമൻ ബൈനഹു വ ബൈനഹ ഹായിലുൻ മുഹ്തറമുൻ ഔ അജസാൻ ഇസാലത്തിഹി കമായത്തി. മനസ്സിലായില്ലേ? അപ്പോൾ തൊയ്ഫയിലോ ഇത് ചാലിലകത്തിന് അനുകൂലമായിട്ട് അയനിലേക്ക് തന്നെ തിരിയണം. ഇതിന് മറുപക്ഷം പറഞ്ഞ ന്യായം ഇവിടെ ഏതുണ്ട്? പിന്നെ റൗദൻ്റെ ഇബാറത്ത് നമ്മൾ കഅബ അടുത്തില്ലെങ്കിൽ പിന്നെ ഇജ്തിഹാദ് ചെയ്ത് ജിഹത്ത് കണ്ടെത്തുകയല്ല ചെയ്യുക. അവിടെ അൽ മത്ലൂബ് ബിൽ ഇജ്തിഹാദി ഖൗലാനി, ഇജ്തിഹാദ് കൊണ്ട് നമ്മൾ എന്താണ് തേടുന്നത്? രണ്ടഭിപ്രായം ഉണ്ട് അവിടെ, രണ്ട് ഖൗലുണ്ട്. അഹദുഹുമാ ജിഹത്തുൽ കഅബത്തി, ഒരഭിപ്രായം അതാണ് കഅബൻ്റെ ജിഹത്തിനെയാണ് തേടുന്നത് എന്നാണ്. വ അൽഹറുഹുമാ ഐനുഹാ, അൽഹർ ഏതാണ്? ഐനുൽ ഖിബ്ലയാണെന്ന് റൗള. നിഹായയിൽ വഅലം അന്നൽ ഫർള ഫീ ഹഖ്ഖിൽ ഖരീബി മിനൽ കഅബത്തി ഇസാബത്തു ഐനിഹാ വകദൽ ബഈദി ഫിൽ അൽഹരീൻ. അപ്പോൾ ഈ വിഷയത്തിൽ ഏതുണ്ട്? ഖിലാഫുണ്ട് എന്ന് കിട്ടി, അൽഹറും അൽഹറിൻ്റെ മുഖാബിലയും. അപ്പോൾ ഈ ഖൗലനുസരിച്ച് ജിഹത്തിലേക്ക് മതി എന്നാണ് ഇപ്പോൾ തട്ടാങ്കരൻ്റെതായ. അപ്പോൾ അവിടെ ഒരു വിഷയം വന്നു, ഈ ഖൗല് തഖ്ലീദിന് പറ്റുമോ പറ്റൂലേ? ഇല്ല, അത് കാണണമല്ലോ. അങ്ങനെ ഖൗലുണ്ടായ പോരല്ലോ, ഖൗലനുസരിച്ച് അമലെടുക്കാൻ പറ്റണ്ടേ? അൽഹറിൻ്റെ മുഖാബലയായത് കൊണ്ട് തഖ്ലീദിന് പറ്റും എന്ന് ഫവായിദുൽ മക്കീലൊക്കെ ഉണ്ട്. അതിൽ ചാലാത്തിനും എതിരില്ല, തഖ്ലീദ് പറ്റും. പക്ഷേ ഈ ഖൗല് പ്രത്യേകം തഖ്ലീദ് ചെയ്യണോ അതോ സാധാരണ നടന്നു വരുന്ന മാതിരി നടന്നു വന്നാൽ മതിയോ? ചാലകത്ത് പറഞ്ഞു ഈ ഖൗലനുസരിച്ച് അമലെടുക്കണം എന്ന് ഉണ്ട് എങ്കിൽ ആ ഖൗലിനെ പ്രത്യേകം തഖ്ലീദ് ചെയ്യണം. അങ്ങനെ ഇതനുസരിച്ചാണ് അമലെടുക്കുന്നത്, അല്ലാതെ പറ്റൂല. തട്ടാങ്ങര കുട്ടിയ മൗലിയ മുസ്ലിയുടേതായ അത് പ്രത്യേകം തഖ്ലീദ് ചെയ്യേണ്ടതില്ല. കാരണം കേരളത്തിൽ നടന്നു വരുന്നൊരു സിസ്റ്റാണിത്. ഒരു ദഈഫായ ഖൗലാണെങ്കിൽ വരെ ആ ഖൗലനുസരിച്ച് അമല് ജാരിയായിട്ട് വരുമ്പോൾ അത് മസ്അലയിലെ അത് തട്ടാങ്ങര പറഞ്ഞല്ലോ കേട്ടോ, മസ്അലയിലെ മുഅ്തമദാണ് എന്ന് ഫതാവി കുബ്രയിലുണ്ട്. അപ്പോൾ കേരളത്തിലെ മേറാബൊക്കെ തെറ്റാന്ന് ചാലാത്ത് പറയുന്നത്. ആകെ മലപ്പുറത്തിന് മേറാബേ ശരിയുള്ളൂ എന്ന് അറിയണത്, പൊന്നാല് മേറാബ് വരെ തെറ്റാന്നപ്പോൾ ഞാൻ ചാലകത്തിൻ്റെ എതിർപക്ഷത്തല്ല കേട്ടോ. എങ്ങനെയെങ്കിലും നമ്മളെ നിസ്കാരം ശരിയായി കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. കാരണം നമ്മളൊക്കെ നിസ്കാരം അയലുൽ ഖിബ്ലയിലേക്കാണ് എന്ന് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? അത് പ്രത്യേകം തഖ്ലീദിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ തന്നെ അമലിൻ്റെ ശേഷം തഖ്ലീദ് പറ്റുമല്ലോ എന്ന്. എന്നാൽ അപ്പോൾ തർക്കത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. ഈ ചർച്ച പിന്നെ വഴിമാറി. പിന്നെ ഈ മുനാദൊക്കെ സംഭവിച്ചപ്പോൾ ഈ തർക്ക ജിഹത്തും അയനും തമ്മിലുള്ള ഖിലാഫ് ലഫ്ളിയാണ് എന്ന് പറഞ്ഞു. പിന്നെ തർക്കം അങ്ങോട്ട് മാറി. ലഫ്ളിയാണ് എന്ന് ബിഗിയൻ്റെ ഒരു ഇബാറത്തിലുണ്ട് താനും. ജിഹത്തും അയനും തമ്മിൽ ബിഗിയൻ്റെ ഇബാറത്ത്. പിന്നെ അത് എടുക്കട്ടെ, ഞാൻ ആ വിഷയം പറയട്ടെ. ചാലകത്ത് പറഞ്ഞു ജിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ ഈ ജിഹത്തല്ല കഅബൻ്റെ ജിഹത്ത്. നമ്മൾ നാലാലൊരു ജിഹത്ത് പറഞ്ഞല്ലോ. അപ്പോൾ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്താൽ മതി? വന്നാൽ മതി. ആ പറഞ്ഞതല്ല ജിഹത്ത് കൊണ്ട് മുറാദ്. പിന്നെ എന്താ ജിഹത്ത് പറഞ്ഞാൽ? ചാലകത്ത് ജിഹത്തിന് ചാലകത്ത് പറഞ്ഞൊരു വായന മൂപ്പരെ തൊയ്ഫത്തുൽ അഹ്ബാബിൽ മൂപ്പരത് എന്ന് പറഞ്ഞാൽ മൂപ്പരാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് നെഞ്ചിപ്പാടി സുലൈമാൻ മുസ്ലിയാർ എഴുതിയതാണെങ്കിലും പ്രസംഗിച്ചത് മൂപ്പരാണ്, അല്ല പ്രസിദ്ധീകരിച്ചത് ചാലകത്താണ്. മൂപ്പർ പറഞ്ഞു ഈ 90 ദർജയുള്ളത് 4 ജിഹത്തിൽ നിന്ന് 1 ജിഹത്ത് എന്ന് പറയപ്പെടുന്ന ജിഹത്താണെന്നും കഅബത്തിൻ്റെ അയനി എന്ന് പറയപ്പെടുന്നതിന് എതിരായി കഅബത്തിൻ്റെ ജിഹത്ത് എന്ന് പറയപ്പെടുന്ന ജിഹത്തിന് ഈ അർത്ഥമല്ലെന്നും ആ ജിഹത്തിൻ്റെ അർത്ഥം ഉഫ്ഖിൽ നിന്നുള്ളൊരു നുക്തിയാണ്. അത് എന്തെന്നാൽ നിസ്കരിക്കുന്നവൻ അത് കൊള്ള നേരിട്ടാൽ അവൻ കഅബനെ കൊള്ള നേരിട്ടവനാകും എന്നും ഒരു വാദം പുറപ്പെട്ടു. ഇത് ചാലാത്തിൻ്റെ വാദമാണ്. എന്ന് പറഞ്ഞാൽ ജിഹത്തിന് ചാലാത്ത് പറഞ്ഞു മനസ്സിലായപ്പോൾ എനിക്ക്, അതായത് അയനും ജിഹത്തും തമ്മിലുള്ള ഫർക്ക് ലഫ്ളിയാണ് എന്ന് വന്നു. രണ്ടുകൂട്ടവും സമ്മതിച്ചു. ആ പേജൊക്കെ നോക്കിയാൽ കിട്ടും ചെയ്യും. ലഫ്ളിയാണെന്ന് വന്നാൽ ചർച്ച തീരണമല്ലോ. ചർച്ച അതോടുകൂടെ എന്ത് ചെയ്യണം? അവസാനിക്കണം.
പക്ഷേ അവിടെ മറ്റൊരു വിഷയം, ലഫ്ളിയാണെന്ന് പറയുമ്പോൾ അയനിൻ്റെ മാന ജിഹത്തിൻ്റെ മാനയാണ് എന്ന് തട്ടാങ്ങല, ജിഹത്തിലേക്ക് അയനിൻ്റെ മാനയാണെന്ന് ചാലിനകത്തു. ഇപ്പോഴും ഖിലാഫ് പഴയ പടിക്ക് മടങ്ങി. അതായത് ഹഖീഖിയ അയല് എന്നാണ് മുറാദ്, ആ മുറാദ് തന്നെയാണ് ജിഹത്ത് കൊണ്ട് മുറാദ് എന്ന് ചാലിനകത്ത്. അല്ല, ജിഹത്ത് എന്ന് പറഞ്ഞത് എന്താണ് മുറാദ്, അതാണ് അയല് കൊണ്ട് മുറാദ് എന്ന് തട്ടാങ്ങല. തട്ടാങ്ങന എന്ന് പറഞ്ഞാൽ തട്ടാങ്ങൻ്റെ പക്ഷത്തുള്ള ആലിമീങ്ങൾ കേട്ടോ. കാരണം തലശ്ശേരി മുനാദറയിലാണ് ഇത് ഉത്ഭവിച്ചത്. തലശ്ശേരി മുനാദറയിൽ തട്ടാങ്ങന ഒട്ടിയ പോലെ പങ്കെടുത്തിയില്ല. പൊന്നാനി മഖ്ദൂം കുഞ്ഞമ്പാവ് മുസ്ലിയാരാണ് അതിലുള്ളത്. ഇരിക്കട്ടെ, തട്ടാങ്ങനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. തട്ടാങ്ങനൊക്കെ ഇത് ഈ വിഷയമായി ഒരു 2-3 മണിക്കൂർ അവതരിപ്പിക്കേണ്ട വിഷയമാണ്. വിഷയത്തിൻ്റെ മർമ്മം നമ്മൾ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അതാണ്. ഇരിക്കട്ടെ, ജിഹത്ത് അപ്പോൾ അയന് കൊണ്ട് എന്താണ് മുറാദ്, അത് തന്നെയാണ് ഏത് ജിഹത്തും. പക്ഷേ ജിഹത്തും അയനും തമ്മിലുള്ള ഖിലാഫ് ഫർക്ക് ഏത്തിബാരിയാണ്. എന്താ ഏത്തിബാരിയ ഫർക്ക് പറഞ്ഞാൽ, നമ്മൾ കാരക്ക ഈത്തപ്പഴം ചീരണി എന്ന് പറയണില്ലേ, ഫാത്തിയോലി എന്നാ ചീരണി എന്ന് പറയും. ചായക്ക് കടി കിട്ടിയാൽ ഈത്തപ്പഴം എന്ന് പറയും, സാധനം ഉണ്ട് അതിൻ്റെയാ ഒന്ന്. ഇതാണ് ഏത്തിബാരിയ ഫർക്ക് എപ്പോഴാരോധന എന്ന് പറഞ്ഞ മാതിരി. നമ്മൾ കണ്ണിൽ നിന്ന് ഒരു ഖത്ത് അങ്ങോട്ട്, മുസ്തഖീമായ ഖത്ത് അങ്ങോട്ട് വിട്ടാൽ അത് കഅബയിൽ മുട്ടും. അതിന് നമ്മൾ കഅബയിൽ മുട്ടുക നേരെ, അതാണ് കഅബൻ്റെ അയന്. ആ ഖത്തിൻ്റെ നൊക്ത കഅബയാണ് മുറിച്ച് കടന്ന് പോയിട്ട് നേരെ ഉഫ്ഖിൽ മുട്ടും, അതാണ് ജിഹത്ത്. ഇപ്പം എന്തായി രണ്ടും. അതുകൊണ്ട് അയന് കൊണ്ട് മുറാദ് എന്താണോ അതന്നെയാണ് ജിഹത്ത് കൊണ്ട് മുറാദ് എന്ന് ചാലാത്ത്. ഇതാണ് ലഫ്ലിയ ഖിലാഫ് എന്ന് പറയുന്നത്. അതല്ല, ജിഹത്ത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അയന് കൊണ്ടും ഏത് മുറാദ് എന്ന്. അത് എവിടെ ഉണ്ട്? തുഹഫയിൽ ഒരു സ്ഥലത്ത് വൽ മുഅ്തബറു, തുഹഫി തന്നെ, മുസാമത്തുഹ ഉർഫൻ, ഉർഫൻ നൽകുള്ള മുസാമത്തത്ത് മതി, ലാ ഹഖീഖത്തൻ. ഹഖീഖത്തൻ നൽകുള്ള ഏത് വേണം എന്നില്ല, മുസാമത്തത്ത് വേണം എന്നില്ല. അപ്പോൾ ഹഖീഖത്തൻ നൽകുള്ള മുസാമത്താണ് അയിന്, ജിഹത്തിലേക്കാകുമ്പോൾ ഉറുഫ്. അപ്പോൾ ഉറുഫ് നൽകുക. അപ്പോൾ അങ്ങനെയാണ് ലഫ്ലിയ ഖിലാഫ്. അപ്പോഴും വിഷയം എന്ത് ചെയ്തില്ല, തീർന്നില്ല. വിഷയം തീർന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ ഫത്താവൽ കുർദിയാണ് ഇവരൊക്കെ ആസ്പദാക്കിയത്. കുർദി ഇമാമിൻ്റെ ഫത്താവ ഇന്ന് കിട്ടണ ഫത്താവ എന്ന് ഞാൻ പറയാൻ കാരണേ, ഇപ്പോൾ ഈ കിതാബ് അച്ചോടം മാറ്റിയിട്ട് ഏതായാലും കടലാസ് അച്ചോടാണ് ഇപ്പോൾ ഉണ്ടാകല്. പഴയ കാലത്ത് 2 പേജിലുള്ളതൊക്കെ ഇപ്പോൾ ഇതാക്കണേ 6 പേജൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ ഫത്താവയിൽ 50ഓളം പേജുണ്ട് ഈ വിഷയം. ഫത്താവൽ കുർദിയിൽ ഫത്താവൽ കുർദീൻ്റെ 157 പേജിൻ്റെ അവിടെ കാണാൻ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. ഇരിക്കട്ടെ, നോക്കിയാൽ അവിടെ ഫത്താവൽ കുർദിയിൽ അർ-റാജിഹു അല്ല ബിഗിയൻ്റെ ഭാഗത്ത് അർ-റാജിഹു അന്നഹു ലാ ബുദ്ദ മിൻ ഇസ്തിഖ്ബാലി അയനിൽ ഖിബലത്തി, അയനുൽ ഖിബലയ്ക്ക് തിരിയാൽ കൂടാൻ കഴിയില്ല. വലൗ ലിമൻ ഹുവ ഖാരിജ മക്കത്ത, മക്കൻ്റെ പുറത്തുള്ള ആളാണെങ്കിലും അങ്ങനെ തന്നെ. ഫലാ ബുദ്ദ മിൻ ഇൻഹിറാഫിൻ യസീരിൻ മഅ തൂലി സ്വഫി. അപ്പം നീണ്ട സ്വഫാകുമ്പോൾ കഅബാകെ 20 മുഴല്ലേ ഉണ്ടാവുള്ളൂ. 20 മുഴത്തിനല്ലേ അതിലേറെ നീളമുള്ള സ്വഫ് നിൽക്കുകയാണെങ്കിൽ ഈ 20 മുഴത്തിൽ ഇപ്പോൾ നമ്മളൊരു 25 ആൾക്ക് നിൽക്കാന്ന് കിട്ടുക. 50 ആൾ നീളമുള്ള സ്വഫ്, 25 ആളല്ലേ കഅബൻ്റെ അയനിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് സ്വഫ് നീണ്ട സ്വഫാകുമ്പോൾ ഒന്നെന്ത് ചെയ്യണം, തെറ്റി നിൽക്കണം, പറഞ്ഞു നിൽക്കണം. ബിഅസു യറാ നഫ്സഹു മുസാമിത്തല്ലഹ ളന്നൻ മഅൽ മുഅ്ദി വൽ ഖൗലു സാനി യക്ഫി ഇസ്തിഖ്ബാലുൽ ജിഹത്തി, ജിഹത്തിലേക്ക് എന്ത് ചെയ്താൽ മതി, തിരിഞ്ഞാൽ മതി. ഐ ഇഹ്ദൽ ജിഹാത്തിൽ അർബഇല്ലത്തി ഫീഹൽ കഅബത്തു, കഅബുള്ള 4 ജിഹത്തിൽപ്പെട്ട ഇത് ചാലില്ലാത്ത ജിഹത്തിന് പറഞ്ഞ മായനെ റദ്ദ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാണല്ലേ? അത് ചാലില്ലാത്ത ജിഹത്തിന് പറഞ്ഞ മായന എന്താണ്, അയനും ജിഹത്തും ഒന്ന് തന്നെയാണ്. പക്ഷേ എത്തിബാരിയ ഫർക്കേ ഉള്ളൂ. ഉഫ്ഖിൻ്റെ നുക്തയിലേക്ക് മുട്ടും എന്നുള്ള ആൾക്ക് ജിഹത്ത് എന്നും, കഅബയിലേക്ക് മുട്ടും എന്നുള്ള ആൾക്ക് ഏതെന്നും പറയുന്നുണ്ട്, അയിനെന്നും പറയുന്നുണ്ട്. പക്ഷേ ബിഗിയ പറയുന്നത് 4 ജിഹത്തിലേക്ക് മതിയെന്ന്. ഈ പറഞ്ഞ വാദം ചാലിലകത്തിൻ്റെ വാദത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, റദ്ദ് ചെയ്യുന്നുണ്ട്. ആ മാന ഇസ്ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചാലിലകത്ത് വളരെ സാഹസപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ലിമൻ ബഅദന്ന വഹുവ ഖവിയ്യുൻ, ആ ജിഹത്തിലേക്ക് മതി എന്ന ഖൗൽ വളരെ കവിയാണ്. ഇഖ്താറഹുൽ ഗസാലിയു വസഹഹുൽ ജുർജാനിയു വബ്നു കജിൻ വബ്നു അബി അസ്റൂൻ വജസമ ബിഹിൽ മഹല്ലിയു. ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ. മഹല്ലി ഇമാം ഇതുകൊണ്ട് എന്ത് ചെയ്ത്
ജസ്മീർ മഹല്ലിമാമിൻ്റെ ഇബാടത്തിൽ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇബാടത്ത് ഫത്താവൽ കുർദിയിലുണ്ട്. അവിടെ ജസമ ബിഹിൽ മഹാമിലിയു എന്നാണ്. അപ്പോൾ ഈ ബിറിയൻ്റെ നുസ്ഖ എന്ത് ചെയ്തേക്കാരോ ഇനി ഒന്ന് ഞാൻ പറയട്ടെ നിങ്ങളോട്, മഹല്ലിമാമിൻ്റെ മഹല്ലിയിൽ ജിഹത്തിലേക്ക് മതിയെന്നില്ലേ? അതായത് ഇസ്തിഖ്ബാലുൽ കഅബത്തി ശറത്തുൽ ലിസ്വഹത്തി സ്വലാത്തി. മഹല്ലിമാമിൻ്റെ വാർത്തയല്ലേ? ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ശറത്തുൽ ലിസ്വഹത്തി സ്വലാത്തി. ഖിബ്ലയിലേക്ക് മുന്നിടൽ നിസ്കാരം സഹിയാവാൻ ഏതാണ്? ഷർത്താണ്. ഫലാ തസ്വീഹു സ്വലാത്തും ബിദൂനിഹി. മഹല്ലിമാമിൻ്റെ വാർത്ത അതിന് കിട്ടുമോ നിങ്ങൾ നോക്കിയിട്ടോ. തട്ടാങ്ങരൊന്നും ഈ വാർത്ത ധരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഫലാ തസ്വീഹു സ്വലാത്തും ബിദൂനിഹി. അതില്ലാതെ നിസ്കാരം എന്താവില്ല? ഇജ്മാഅൻ. ഇജ്മാ ഉണ്ടോ അയിനിൻ്റെ വിഷയത്തിൽ? ഹനഫിയ്യത്ത് അതിനെതിരല്ലേ? അപ്പോൾ മഹല്ലി ഇമാമ് കഅബയിലേക്ക് തിരിയണം എന്നതിന് തെളിവ് ഉദ്ധരിച്ച ഇജ്മാഅൻ. അപ്പോൾ ആ കഅബ കൊണ്ട് മുടാതെ ഏതായിരിക്കണം? അയിനായാലും ഇജ്മാ ഇല്ല വിഷയത്തിൽ. മഹല്ലി ഇമാമിൻ്റെ അടുത്തുമില്ല, ഹനഫി ഇമാമും പറയണില്ല, മാലിക് ഇമാമിൻ്റെ അടുത്തുമില്ല. അപ്പോൾ മഹല്ലി ഇമാമിൻ്റെ പോക്കേ തന്നെ അതാണ് വജസമബി. അങ്ങനെയാണോന്ന് അറിയില്ല എന്ന്. വജസമബി ഈ ഇബാടത്താണോ അതിന് തെളിവ് എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ധാരണ വജസമബിഹിൽ മഹാമിലിയു എന്നാകാനാണ് സാധ്യത. ഫത്താവുൽ കുർദിയിൽ ഇബാടത്ത് ഉദ്ധരിച്ചു കൊടുത്ത് ബാക്കിയൊക്കെ കണക്കാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ ഇബാടത്ത് അപ്പോൾ അവിടെ ചർച്ചയ്ക്ക് വന്നു. ഈ രണ്ടാം ഖൗല് തഖ്ലീദിന് പറ്റുമോ? പറ്റുമെന്ന് വന്ന ചാലാത്തും പറഞ്ഞു. എന്നാൽ ആ തഖ്ലീദ് എന്ന് വേണോ ആദ്യം തന്നെ വേണോ വേണ്ടേ? ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എമ്പൊരു പുളിക്കക്കാരനാണല്ലോ. അങ്ങനെ പുളിക്കലി കഅബ തെറ്റ് നിസ്കരിക്കാൻ നിന്നപ്പോൾ കൊല്ലോളി അഹമ്മദ് കുട്ടി ആൾ വലിയ ഫഖീഹാണല്ലോ, വലിയ മാഹിറാണ്. മൂപ്പരെന്ത് ചെയ്തു? ഇതിനെതിർത്തപ്പോൾ പുളിക്കൽ വെച്ചൊരു സംവാദം നടന്നു. 1910 ഡിസംബർ 20 ചൊവ്വ. 1908 എന്ന് കാണാണ്ട് ചില അത് ശരിയല്ല. കേരളത്തിലെ ധിമാന നവോധകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 1908 എന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് മനസ്സിലാണ്. കാരണം അധിക ചരിത്രകാരൻ പലയിടത്തുണ്ട് ഈ വിഷയം. അവരൊക്കെ 1910 എന്നാണ്. ഇവിടെ മാത്രമേ 1908 എന്ന് കണ്ടിട്ടുള്ളൂ. ഇരിക്കട്ടെ, 1910 ഒരു സംഭവം. അത് കഴിഞ്ഞു. ആദ്യം മധ്യസ്ഥന്മാരില്ല. അവിടെ ഒരു കോയക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു പുളിക്കൽ. കോയക്കുട്ടി സാഹിബ് കാരണം കോയക്കുട്ടി സാഹിബ് വലിയ ആര്യമാണ്. മൂപ്പര് ചാലാത്തിൻ്റെ ശീല പുളിക്കൽ. മൂപ്പരെ ചാലാത്തിന് അങ്ങോട്ട് ദർശനമുണ്ടായത് മൂപ്പരാണ്. മൂപ്പരന്ന് ചാലകത്തിനെതിരാണ്. തട്ടാകൻ്റെ പക്ഷത്താണ്. പുളിക്കൽ കുഞ്ഞായ്മാതി ചാലകത്ത് പുളിക്കുന്ന ദിവസം പോരാൻ കാരണവും അതാണ്. ഇവിടെ നമ്മളൊരു വസ്തുത മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് തീർപ്പ് കൽപ്പിക്കാൻ നമ്മളെ ആളല്ല. പക്ഷേ ഇവിടെ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാലകത്തിൻ്റെ പക്ഷത്തുള്ളവർ മുഴുവനും ചാലകത്തിൻ്റെ ശിഷ്യന്മാരാണ്. അതേസമയത്ത് കുട്ടിയമ്മലിയാരുടെ പക്ഷത്തുള്ളവരോ ചാലകത്തിൻ്റെ ശിഷ്യന്മാരും കുറേ ആൾക്കാർ കുട്ടിയമ്മലിയാരുടെ പക്ഷത്തുണ്ട്. തട്ടാങ്ങര കുട്ടിയമ്മലിയാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അദ്ദേഹം നമ്മൾ ഈ കേൾക്കുന്ന സുഖമല്ല. വെളിയങ്കോട് നിങ്ങൾക്കറിയാലേ, കരിങ്ങപ്പാടിൻ്റെ പത്തുമീൻ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളൊക്കെ കാണണല്ലേ. കരിങ്ങപ്പാടിൻ്റെ പത്തുമീൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇരുമ്പലശ്ശേരിൻ്റെ പത്തുമീനാണ്. ഇരുമ്പാലശ്ശേരി കുഞ്ഞാമ മുസ്ലിം. ഇരുമ്പാലശ്ശേരി പറഞ്ഞാൽ നെല്ലായക്കടുത്ത് ഉൾനാട്ടിലൊരു 1.5 കിലോമീറ്റർ ഉൾനാട്ടിലുള്ളതാണ്. ഈ ഇരുമ്പാലശ്ശേരിയുടെ പത്തുമീനിൽ അത് പകർത്തിയതാണ് ആര്? ഈ കരിങ്ങപ്പാട. അത് സെയ്താലി കുട്ടിയിലാരും പത്തുമീൻ ഓതിന് ഇരുമ്പാലശ്ശേരിൻ്റെ അടുത്തുനിന്ന്. അതുകൊണ്ടാണ് സെയ്താലി കുട്ടിയിലാരും പത്തുമീനിൽ അത് പകർക്കാൻ കാരണം. പക്ഷേ കരിങ്ങപ്പാടിൻ്റെ പത്തുമീനിൽ മൂപ്പര് കോടഞ്ചേരി കുഞ്ഞാമ മുസ്ലിയാരെ പത്തുമീനിൽ കുറച്ചും കൂടി പകർത്തിയിട്ടുണ്ട്. അത് പ്രത്യേകം അടയാളപ്പെടുത്തി മൂപ്പര്. കോടഞ്ചേരി കുഞ്ഞാമ മുസ്ലിയാരുടെ മകളെയാണ് കരിങ്ങപ്പാട കെട്ടിയത്. അങ്ങനെ ഈ ഇരുമ്പാലശ്ശേരിൻ്റെ പത്താമല്ല എങ്ങനെ വന്നത് അറിയെങ്കിൽ, ഇരുമ്പാലശ്ശേരിൻ്റെ പത്തുമീൻ ഇരുമ്പാലശ്ശേരി പുതിയാപ്പിള അബ്ദുൽ മൊലിയാരത്തിൽ നിന്നാണ് പത്തുമീൻ എഴുതിയത്. പുതിയാപ്പിള അബ്ദുൽ മൊലിയാർ തുഹഫ ഹിഫ്ളുള്ളൊരു ഫഖീഹാണ്. അപ്പോൾ പുതിയാപ്പിള ദർസ് നടത്തുമ്പോൾ പത്തുമീൻ ഓതുമ്പോൾ ഇങ്ങനെ പാടും, തൊയ്ഫത്തിനോടുത്തുണ്ട് എന്ന്. അങ്ങനെയാണ് ഇരുമ്പലശ്ശേരിൻ്റെ പത്തുമീൻ വന്നത്. ഈ പുതിയാപ്പിള അബ്ദുൽ മൊലിയാർ പത്തുമീൻ ഓതുന്നത് തട്ടാങ്ങര കുട്ടിയ മൊലിയാരത്തിനാണ്. തട്ടാങ്ങര കുട്ടിയ മൊലിയാർ കേരളത്തിൻ്റെ ഇബ്നു ഹജർന്നാണ്. അത് പേര് പറയാനൊരു വജൂഹ് തസ്മിയത്തുണ്ട്. കുട്ടിയ മൊലിയാർ ഹജ്ജിന് പോകുമ്പോൾ മക്കത്ത്, ഇത് ഞാൻ പറയണത് നമ്മളെ വിഷയത്തിന് മുഖദ്ദിമയും കൂടിയാണ്. കാരണം ഈ ചാലകത്തിൻ്റെ അനുകാലികളെന്ന് പറഞ്ഞത് അന്നത്തെ മക്കത്തെ മുഫ്തിമാർ ഈ വിഷയത്തിൽ അയനുൽ ഖിബ്ല വേണമെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിന് പറയേണ്ടത്. പക്ഷേ മക്കത്തെ മുഫ്തിമാരൊന്നും തട്ടാങ്ങര കുട്ടിയ മൊലിയാരെ പക്ഷത്ത് ചെയ്യുമ്പോൾ കൂടല്ല. ഇതാണ് പറയാനാണ് ഇത് പറഞ്ഞത്. അങ്ങനെ തട്ടാങ്ങര കുട്ടി ഹജ്ജിന് പോകുമ്പോൾ തൊയ്ഫ് ചേർക്കുന്നുണ്ട്.
തൊയ്ഫ ദർസിൽ വന്നപ്പോൾ അവിടുത്തെ മുഫ്തിമാർ തട്ടാങ്ങര കുട്ടി മൊലിയാർ ഒരു ഇഷ്കാൽ ഇട്ടു. അങ്ങനെ തട്ടാങ്ങര കുട്ടി മൊലിയാർ പറഞ്ഞു നിങ്ങൾ തൊയ്ഫ വായിച്ചത് തെറ്റിയാണ്, അവിടെ അങ്ങനെയല്ല തൊയ്ഫയിലുള്ളത് കാരണം. തട്ടാങ്ങര കുട്ടി മൊലിയാർ തൊയ്ഫൻ്റെ ഇബാറത്ത് വായിച്ചു. അപ്പം നോക്കൂ, ഒരു നുസ്ഖയിലും കുട്ടി മൊലിയാർ പറഞ്ഞ മാതിരി ഇല്ല. തട്ടാങ്ങര കുട്ടി മൊലിയാർ പറഞ്ഞു ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്ത് കോപ്പി നിങ്ങൾ എടുത്ത് വായിച്ചാൽ ഞാൻ വായിച്ച മാതിരി ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്ത് കോപ്പി ഉണ്ടായിരുന്നു മക്കത്ത്, അത് എടുത്തു പറഞ്ഞപ്പോൾ പോലും ഇങ്ങനെ തൊയ്ഫ പറഞ്ഞു തട്ടാങ്ങര കുട്ടി മൊലിയാർ കാണാതെ ഇങ്ങനെയാണ് വായിച്ചു ഈ ഭാഗത്ത് മുഴുവനും. അപ്പോൾ കുട്ടി മൊലിയാർ വായിച്ച മാതിരിയാണ് ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്ത് കോപ്പിയിലുള്ളത്. അപ്പോൾ അന്നത്തെ മുഫ്തി പറഞ്ഞതാണ് ഇയാൾ കേരളത്തിലൊരു ഇബ്നു ഹജർ തന്നെയാണല്ലോ. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഇബ്നു ഹജർ എന്ന് തട്ടാങ്ങര കുട്ടി മൊലിയാർക്ക് പറയാൻ കാരണം. തട്ടാങ്ങര കുട്ടി മൊലിയാരെ മകളെ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൊലിയാർ കെട്ടിയതാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൊലിയാർ എന്ന് പറയാൻ കാരണം. അത് തട്ടാങ്ങരൻ്റെ പുതിയാപ്പിള ഇങ്ങനെയാണ് ആ പേര് വന്നത്. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ തൊയ്ഫത്തുൽ അഹ്ബാബിൻ്റെ അവസാനം മക്കത്തെ 2 മുഫ്തിമാരെ ഫത്വ കൊടുക്കേണ്ട ഉപ്പര്. ആ ഫത്വ ഉണ്ടോ അല്ലേ എന്നുള്ളൊരു ഖിലാഫ് നടന്നത് പിന്നീട്. അങ്ങനെ ഫത്വ ഉണ്ടോ അല്ലേ എന്നൊരു ഖിലാഫ് പിന്നീട് നടന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഉണ്ടെങ്കിൽ തന്നെ കുട്ടിമൊലിയാറെ ഉള്ളിൽ ആ ഫത്വ ചെയ്യുമ്പോൾ അത് കൂടെ അല്ല ഇത് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ പുളിക്കൽ മുനാദ ഒന്നും അല്ലാതെയാണ് പിരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മയ്യഴി വെച്ചൊരു മുനാദ നടന്നു. പിന്നെ മാഹിക്കടുത്ത് മയ്യഴി വെച്ച് മുനാദ നടന്നു. അത് പിന്നെ ആ മുനാദറയിൽ പറഞ്ഞ മാതിരി മധ്യസ്ഥന്മാരില്ലാത്തൊരു മുനാദറയാണല്ലത്. അന്നേ മുനാദറയിൽ മധ്യസ്ഥന്മാരില്ല. പുളിക്കൽ മുനാദറിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞാമാജി പുളിക്കൽ പള്ളിക്കത് വരേണ്ടി വന്നു എന്നുള്ളതാണ്. മയ്യഴി വെച്ചുള്ള മുനാദറയിൽ ഒരുപാട് ആലിമീങ്ങൾ പങ്കെടുത്തു. ഈ മുനാദറയിൽ അവസാനം ചർച്ച ചെയ്ത് തീരുമാനമാണില്ല. തീരുമാനമാകാത്തപ്പോൾ തട്ടാങ്ങര കുട്ടിയെ പോലെ അവർ പണിയൊപ്പിച്ചു. മൂപ്പര് പറഞ്ഞു ഇവിടെ കൂടിയ ആലിമീങ്ങളൊക്കെ ജിഹത്തിലേക്ക് മതി എന്നുള്ളവരൊന്ന് എഴുതി ഒപ്പിട്ട കളിയാണ്. ആ കൂടിയ 90% ആലിമീങ്ങളും ജിഹത്തിലേക്ക് മതി എന്ന് ഒപ്പിട്ടു. ചിലവര് അയലിലേക്ക് വേണമെന്നാണ് വിട്ടുന്നത്. അതിൽ വേണം ചെറുശ്ശേരി ആവോട്ടിയലിയാർ, പുതിയാട സുലൈമാൻ മൊലിയാർ, അതൊക്കെ ചാലിലാകത്തിൻ്റെ ശിഷ്യന്മാരുമാണ്. ആ മുനാദറ അങ്ങനെ സമാപിച്ചു. പിന്നീട് തലശ്ശേരിയുടെ മുനാദറ നടന്നു. കോട്ടയത്ത്, തലശ്ശേരിക്കടുത്ത് കോട്ടയത്ത്. ഇത് പൊന്നാനി മഖ്ദൂം മാനത്തുൽ ഇസ്ലാം സഭൻ്റെ മധ്യസ്ഥതയിലാണ്. അപ്പോൾ ആ മുനാദറക്കൊരു മധ്യസ്ഥത ഉണ്ട്. അത് 1911 മെയ് 30 മാനത്തുൽ ഇസ്ലാം സഭൻ്റെ കീഴിലൊരു മുനാദറ നടന്നു, അവരുടെ മധ്യസ്ഥതയിൽ. ആ മുനാദറയിൽ തട്ടാങ്ങര കുട്ടി മൊലിയാർ പങ്കെടുത്തതായിട്ട് കാണുന്നില്ല ചരിത്രങ്ങളിലൊന്നും. പക്ഷേ മഖ്ദൂം കുഞ്ഞൻ ബാബു മുസ്ലിയാരുണ്ട്. ഈ മുനാദറയും അവസാനം തീരുമാനമായില്ല. പക്ഷേ അതിൽ മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. മധ്യസ്ഥന്മാർ പറഞ്ഞു നമ്മൾ 2 കൂട്ടരും അവരുടെ വാദങ്ങളും ദലീലുകളും എഴുതി ഏൽപ്പിക്കുക. ആരെ ഏൽപ്പിക്കുക? മാനത്തുൽ ഇസ്ലാം സഭൻ്റെ ആൾക്കാരാണ്. ഓലെ ഏൽപ്പിക്കുക. ഓല് മക്കത്തെ മുഫ്തിയോട് 2 ദലീലും അയച്ചോട്ട് പറഞ്ഞ് ഫത്വ ഇട്ടട്ടെ, ആ ഫത്വ അനുസരിച്ച് എന്ത് ചെയ്യുക, അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനമായി. അങ്ങനെ ചാലില്ലാത്തിൻ്റെ ദാവ്യം ദലീൽ എഴുതി കൊടുത്തു, മറ്റോലെ ദാവ്യം ദലീൽ എഴുതി കൊടുത്തു. പിന്നെന്തായി എന്നൊരു ഖിലാഫ്. മക്കത്തെ മുഫ്തിക്ക് അത് അയച്ചിട്ടില്ല എന്നൊരു കൂട്ടർ, അല്ല അയച്ചുകൾ ചാലകത്തിൽ അനുകൂലമായിട്ടാണ് മക്കത്തെ മുഫ്തിയുടെ ഫത്വാന്ന് വേറൊരു കൂട്ടർ. ഏതായാലും ആവട്ടെ, അതോടുകൂടി ആ വിഷയം അവസാനിപ്പിച്ചു. മനസ്സിലല്ലേ? അപ്പോൾ പൊന്നാനി പള്ളി 22 ഡിഗ്രി വടക്ക് പടിഞ്ഞാറ് മാറ്റണം എന്നെന്ത് ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ ചാലില്ലാത്ത കുഞ്ഞാമാജി പറഞ്ഞു എന്ന്. അന്ന് വേറൊരു സംഭവമുണ്ട്, രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ലൈവല്ലല്ലോ ആണ്. ചാലിലകത്ത് അന്ന് കേരള ആകെ ഓടി നടന്നിട്ട് കിബില മാറ്റുന്ന തിരക്കിലാണ്. എല്ലാ പള്ളിയിലും വന്ന് കിബില നോക്കുക, ഇത് ശരിയല്ല, അത് പൊളിച്ചണമെന്നറിയാം. അങ്ങനെ കേരളത്തിലൊരു കിബില വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചാലിലകത്ത്. അങ്ങനെ പൊന്നാനി ചെന്നു. പൊന്നാനി മഖ്ദൂമികളുടെ കാലത്തിലെ പള്ളിയല്ലേ അത്. ഈ കിബില തെറ്റാണ്, 22 ഡിഗ്രി വടക്ക് പടിഞ്ഞാറ് മാറ്റണം എന്നാണ് നാട്ടുകാർ പറഞ്ഞു. അന്ന് 10-25 കൊല്ലമായി അവിടെ ദർസ് നടത്തുന്ന ഇബ്രാഹിം മൊലിയാർ അവിടെ മുദരിസാണ്. അങ്ങനെ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ ഉസ്താദിനോട് ചെന്ന് പറയും, ഉസ്താദ് പറയുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യുക, മാറ്റാമെന്നാണ്. അങ്ങനെ ഇയാൾ ഇബ്രാഹിം മൊലിയാർ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചർച്ച എടുക്കണ്ടല്ലോ കേരളത്തിൽ, അത് ഇബ്രാഹിം മൊലിയാർ ഗതിയിലും ഉണ്ടാവുമല്ലോ. ഇബ്രാഹിം മൊലിയാരോട് പറഞ്ഞു ഇവിടെ കിബിലക്ക് മാറ്റണം, ഇവിടുത്തെ കിബിലക്ക് മാറ്റമൊന്നുമില്ല. ഇബ്രാഹിം മൊലിയാർ ഒറ്റയടിക്ക് അപ്പം പറഞ്ഞു ചാലാത്ത ദലീൽ പറഞ്ഞു. അതിന് ഇബ്രാഹിം മൊലിയാർ വെറ്റ എന്നാലുണ്ടായി. മൂപ്പരെ വെറ്റിനെ വെട്ടി കൊണ്ട് എടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ കിബിലാന്ന് വിചാരിക്കുക, ഇത് കിബില
ഇത് വെറ്റിലെ പെട്ടി തുടക്കത്തിൽ തന്നെ വെള്ളമാണ് വെച്ച് തുടക്കത്തിൽ തന്നെ തൊള്ളറിഞ്ഞുകൊണ്ടാണ് നെല്ലിയിലുണ്ടാക്കുന്നത്. ഇത് വെറ്റിലെ പെട്ടി എന്ന് പറയും, ഇത് ബാക്കി പറയാറുണ്ട്. അപ്പോൾ ചാലാത്ത് പറയും, ഞാനതല്ല പറയും, ഞാൻ മിസാല് പറയും, എന്താ പറയും, ഇതിപ്പോൾ പിന്നെ വെല്ലികൾ പറയും ഇത് കിബിലാണ്, ഇത് വെറ്റിലെ പെട്ടി, ബാക്കി പറയാറ് ചുരുക്കി പറയാം. ഈ ഇവിടുന്ന് ഒരു ഇഞ്ചായിട്ട് നീക്കാൻ പ്രബലിയരെ വയ്ക്കൂല, അതിൽ ചാലാത്താണ് നീച്ചിട്ട് പോകും. ഇങ്ങനെയാണ് അതിൽ നീച്ചു പോന്നപ്പോൾ എല്ലാവരും പൊതുജനങ്ങൾ കൂടിയാണല്ലോ ഇവിടെ. പൊതുജനങ്ങൾ വിചാരിച്ചു ഇത് ചാലാത്ത് തോറ്റുപോലെയാണിത്. ഇപ്പം എന്താടാ ഞങ്ങളെ പൊലിയാരോട് കളിച്ചിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് പൊല്ലാലി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയം അതോടുകൂടി എന്ത് ചെയ്തു, ആ വിപ്ലവം അവസാനിച്ചു. കേരളത്തിലെ ഒരു പള്ളിയും ചാലകത്തിന് വേണ്ടിയിട്ട് ഖിബല മാറ്റിയതായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല എന്നാണ്. പിന്നെ ഇതിൻ്റെ പരിണിത ഫലം എന്താണ്? ആര് ജയിച്ചു ഈ മുനാങ്ങറിയിലൊക്കെ? അതിനും ഖിലാഫാണ്. ചാലകത്തിൻ്റെ പക്ഷക്കാർ പറഞ്ഞു ചാലകത്താണ് മേൽക്കൈ നേടിയത്. അതേ സമയത്ത് തട്ടാങ്കര കുട്ടി മൂല്യാര പക്ഷത്തിലുള്ളവർ പറഞ്ഞു അവരാണ് അതിലെന്ത് ചെയ്ത് മേൽക്കൈ നേടുന്നു. കാരണം ഞങ്ങളോട് പറഞ്ഞല്ലോ 115 കൊല്ലം മുമ്പുള്ള സംഭവമാണിത്. പിന്നെ ചരിത്രങ്ങൾക്ക് സ്വഭാവമുണ്ട്. അത് ആരാണോ ചരിത്രം വിലയിരുത്തുന്നത് എഴുതുന്നത് ഓൻ്റെ വീക്ഷണ കോണിലൂടെയാണ് എന്ത് ചെയ്യുക. ഓരോരുത്തരും അവനവൻ്റെ സ്വഭാവം അനുസരിച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തുക. അൽ മർഉ യഖീസു അലാ നഫ്സിഹി എന്നല്ലേ അല്ലേ? സുബൈക്കരച്ച് കാട്ട് നമ്മളിങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ സുബൈക്ക് സലാം വീട്ടിയിട്ട് അത്തയ്യാത്തിൽ ഉറങ്ങും. ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങി തല ഇങ്ങനെ ഒഴുങ്ങുകയാണെങ്കിൽ ഇത് പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ, ഒരു സൂഫിയായ മനുഷ്യൻ കണ്ടാൽ ഭയങ്കര ഫിക്കറിലാണ്, ദിക്കറിലാണ്, പഠിച്ചോൻ്റെ ചിന്ത ഏകീകരിച്ച് ഇങ്ങനെയാണല്ലോ എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഒരു യോഗ നടത്തുന്ന ഒരാൾ എക്സസൈസ് ഭയങ്കര എക്സസൈസ് ഇട്ടു ആ തലൻ്റെ നരമ്പ് ഇങ്ങനെ കെട്ടു ഇങ്ങനെയാണ് വിലയിരുത്തുക. ഇത് നമ്മളെപ്പോലത്തെ മുത്താലിമികൾ കണ്ട അന്തിക്ക് മൊബൈലും തോണ്ടിയായിരുന്നു കാട്ട് നേരം മുഴുക്കോളം ഉറക്കം വെച്ച് കാട്ടേ ഉറങ്ങുകയാണ്. ഇത് അവനവൻ്റെ വീട്ടിലെ കോണിലൂടെ വിലയിരുത്തല. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ വീക്ഷണ കോണിലൂടെ നിന്നിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഈ ചരിത്രത്തിൽ ഈ വിഷയത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അധിക ആലിമീങ്ങളും ചാലില്ലാത്ത കുഞ്ഞാമദാജിൻ്റെ പക്ഷത്ത് നിന്നു എന്ന് ചരിത്രം എഴുതിയവരുണ്ട്. അതേ സമയത്ത് തട്ടാങ്കര കുട്ടി മുന്നേറ പക്ഷത്തായിരുന്ന ആലിമീങ്ങളൊക്കെ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ എന്ത് ചെയ്തത് നമുക്ക് മനസ്സിലാകുന്നത് അന്നത്തെ ആലിമീങ്ങളൊക്കെ ചാലകത്തിൻ്റെ പക്ഷത്ത്, അധിക ആലിമീങ്ങളും തട്ടാങ്കര കുട്ടി മൂല്യാര പക്ഷത്താണ്. അത് ഫഖീഹി തട്ടാങ്കര കുട്ടി മൂല്യാരാണ്. ഇൽമുൽ മിഖാത്തിൽ ദഖലാർക്കാണ്? ചാലാത്ത കുഞ്ഞാമദാജിക്കുമാണ്. അത് നമ്മൾ സമ്മതിക്കും, അത് മറ്റൊരും പറയുന്നുണ്ട്. പക്ഷേ ഫിഖഹിൻ്റെ വിഷയത്തിൽ അപ്പോൾ കേരളത്തിലുള്ള കഅബകൾ ഒരുപാട് പള്ളികൾ ഖിബലക്കെതിരാണ് എന്ന കാര്യത്തിൽ, ഖിബലൻ്റെ അയനാണ് പിന്നെ അതാണ് അയനല്ല എന്ന കാര്യത്തിൽ ആരുണ്ട്? എല്ലാവരും ഇത്തിവാക്കാതെ അല്ലാത്ത പറഞ്ഞ ഒരുപാട് പള്ളി ശരിയാണ്. പക്ഷെ അത് വേണമെന്നില്ല, ജിഹത്തിലേക്ക് എന്തുണ്ടായാൽ മതി. അത് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വഫീ ഷർഹിൽ ഉബാബി ലിബിനി ഹജർ അല്ലേ, ഈ ഫതാഹുൽ ഖുർദിയിലെ ഇബ്നു ഹജറിൻ്റെ ഷർഹുൽ ഉബാബിലുണ്ട് വഫീ ഖൗലിൻ നുസിബലിൽ ജദീദി, ഒരു ഖൗലിൽ അത് ജദീദാണെന്നുണ്ട്. അൽഹറിൻ്റെ മുഖാബിൽ ഈ ഖൗല് ഷാഫിയുടെ ജദീദായ ഖൗൽ അതാണ്. ഏതാ? അൽ വാജിബു അൽ ജിഹത്തു, വാജിബ് ഏതാണ്? ജിഹത്താണ് എന്നുള്ളതാണ്. വറജ്ജഹു ജമ്മും മുതഖദ്ദിമൂന, മുതഖദ്ദിമീങ്ങളായ ഒരുപാട് ജമ്മ അതിനെന്ത് ചെയ്തിരുന്നു? ഇമാം ഹറമൈനിയൊക്കെ ആ പക്ഷത്താണുള്ളത്. വഖ്താറഹുൽ അദ്റഇയ്യു, അദ്റഇ ഇമാം അതിനെന്താക്കിയിട്ടുണ്ട്? മുഖ്താറാക്കിയിട്ടുണ്ട്. ബൽ ബാലഗ ഇബ്നുൽ അറബി ഫഖാല ഇന്ന ഖിലാഫഹു ബാത്തിലുൻ ഖത്അൻ. ഈ ഇബ്നുൽ അറബി നമ്മൾ സൂഫി ഇബ്നുൽ അറബി അല്ല കേട്ടോ, അതിന് ഇബ്നു അറബി എന്ന് അലിഫ്ലാമില്ലാതെ അറിയാം. ഇബ്നുൽ അറബി പറഞ്ഞാൽ അബൂബക്കർ ഇബ്നുൽ അറബി, മുമ്പ് മാലിക്കി മദ്ഹബുകാരനാണ്. അത് പ്രത്യേകം ഞാൻ പറയാൻ കാരണം നമ്മളെ തഫ്സീർ ജമലിലൊരു സ്ഥലത്ത് നാബൽസിലെ പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണ്, ഓല് പള്ളിക്ക് ഓലുണ്ട് എന്ന് ഇബ്നുൽ അറബി പറഞ്ഞു പോകുന്നുണ്ടായില്ലേ. എന്നിട്ട് ഇവർ പറയാണ് കണ്ടോ സൂഫി ഇബ്നു അറബി വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ ഇബ്നു അറബി അല്ലത്, അത് ഇബ്നു അറബി, ഇത് ഇബ്നുൽ അറബിയാണ്. അത് മാലിക്കി മദ്ഹബില്ല ഇബ്നുൽ അറബിയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഷർഹുൽ ഉബാബിൽ ഇബ്നു ഹജർ തങ്ങൾ വരെ ഒരുപാട് ജമ്മ മുഖ്താറാക്കിയിട്ടുണ്ട്. അത് ജദീദാണെന്ന് പേര് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഫതാവൽ ഖുർദിയിലെ സ്ഥലത്ത് വഖദ് വഖഫ്തു അലാ നഫ്സി ശാഫിഈ നഫ്സിഹി ബിൽ ജിഹത്തീൻ. അപ്പോൾ നമുക്ക് ഫിഖ് നോക്കുമ്പോൾ നമുക്ക് തിരിയണത് നമ്മൾ ചാലാത്തിനെതിരെയല്ല, നമ്മൾ തട്ടാങ്കര കുട്ടിയ മൂല്യാരെ ന്യായീകരിക്കുകയാണ്. അതായത് ചാലാത്തിനെതിരല്ല, തട്ടാങ്കര കുട്ടിയ മൂല്യാരെ ന്യായീകരിക്കുകയാണ്. ജിഹത്ത് മതി എന്നുള്ളതാണ്
നമുക്ക് എന്ത് ചെയ്യണത് നോക്കുമ്പോൾ മനസ്സിലാണത്. അല്ലാതെ മഹല്ലി ഇമാമിൻ്റെ ഈ ഭാരത്ത് അതിന് വളരെ തെളിവാണ്ട്. ഇജ്മാ ദലീൽ ഉദ്ധരിച്ചില്ല, ഇജ്മാ അയനിലില്ല. അപ്പോൾ കഅബൻ്റെ ജിഹത്തിലേക്ക് മതി ഇജ്മാ കിട്ടണമെങ്കിൽ വേണം, അല്ലെങ്കിൽ മറ്റേ ഇജ്മാ ഇല്ല. കാരണം 3 മദ്ഹബിനെതിരാണ് അതെ മഹല്ലി. അപ്പം മഹല്ലി ഇമാമിൻ്റെ ഭാരത്ത് തേടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ആശ്വാസം ജിഹത്തിലേക്ക് മതി എന്ന് പറയലാണ്. ഞാനത് തീർപ്പ് പറയല്ല, അത് തീർപ്പ് പറയാൻ നമ്മൾ എന്തല്ല ആളുമല്ല. അപ്പോൾ ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്, ഞങ്ങളോട് പറഞ്ഞല്ലോ. പക്ഷേ പഴയ കാലത്തെ ഖിലാഫുകളൊക്കെ തർക്കങ്ങളും വിതർക്കങ്ങളും, അത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പഠിക്കൽ ആവശ്യമാണ്. നമ്മൾ 10 മീനൊക്കെ ഓതി കൊടുക്കും, ഇസ്തിഖ്ബാലും അതിനൊക്കെ വിലത്തി, ഇതൊക്കെ ഒരുപാട് വട്ടം ഓതി കൊടുത്താണല്ലോ നമ്മൾ. അതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. എന്തിനാണ് ആ കൈതോടെ കൊടുത്തത്? അതിൻ്റെ ഫായിദ എന്താണ്? പഴയ കാലത്തെ ആലിമീങ്ങളൊക്കെ 10 മീൻ കൊണ്ട് മസല അറിയാറുണ്ടായിരുന്നത്. ഇപ്പോഴും എൻ്റെ ഒരു ഉസ്താദുണ്ട്, ഞാൻ 10-15 കൊല്ലം ഉസ്താദിൻ്റെ ദർസിലൊക്കെ ഖാലിസായിട്ട് ദർസിൽ ഓതിയാണ്. ആ ഇപ്പോൾ ദർസൊന്നുമില്ല. ആ ഉസ്താദ് ഉപ്പം എന്തെന്ന് ചോദിച്ചാൽ എന്താ 10 മീനിലുള്ളൂ ചോദിക്കും. ഞാൻ കിതാബിനോട്ട് എടുത്താറ് അങ്ങനെ വായിച്ചുകൊണ്ട് പറയും. പഴയ കാലത്ത് ഒരിക്കൽ ഏത് കാരണം 4 ജിഹത്തല്ലേ, ആകെ 360 അപ്പോൾ 4 ജിഹത്ത് ആകെ 360 ആകുമ്പോൾ ഒരു ജിഹത്തിന് എത്ര ഉണ്ടാകുക? 90 ഉണ്ടാകുക. 4 3 36. ഏത് മനസ്സിലായില്ല. അതായത് അങ്ങനെ ഒരു കൗലുണ്ട് എന്നാ തട്ടാങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു, ചർച്ചയുടെ തുടക്കം അങ്ങനെയാണ്, ഇതൊരു കൗലല്ലേ എന്നുള്ളിടത്താണ്. പിന്നീടാണ് എന്ത് വന്നത്? ഈ ഖിലാഫില്ല. പിന്നീട് ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് ഇത് വഴിമാറി. അത് ഞങ്ങളോട് പറഞ്ഞു, അതിനും ജിഹത്ത് ഒന്നാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മുറാദ് എന്താണെന്നുള്ള ഖിലാഫാണ് പിന്നെ വരുന്നത്. ജിഹത്ത് കൊണ്ട് അപ്പോൾ അതിനിലേക്ക് തിരിയാന്ന് പറഞ്ഞാലും ജിഹത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഏത് തിരിയണമെന്ന് പറഞ്ഞോട് തന്നെ ജിഹത്തിലേക്കല്ലാന്ന് നേരെ പറയണില്ലേ? ലാ ജിഹത്തിഹ. ഏത് 10 മീനിലെ ആ പറഞ്ഞത് അതും 10 കുർത്തിയിൽ കാണും. ആ പറഞ്ഞത് കാബയുടെ മുറ്റത്തുനിന്നോ കാബയെ തൊട്ടറിഞ്ഞോ നമസ്കരിക്കുന്നിടത്താണ്. പിന്നെ ഖിലാഫല്ലിൽ ഹനഫിയ്യത്തിന്നും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ ഹനഫിയ്യത്ത് പറഞ്ഞ ജിഹത്തല്ല എന്നാണ് അതുകൊണ്ട് മുറാദ്. ഹനഫിയ്യത്തിൻ്റെ ജിഹത്ത് നമ്മളെ ജിഹത്തും കുറച്ച് വ്യത്യാസമുണ്ട്. ഏത് അല്ല ഖുത്ബി തങ്ങളുടെ ഉസ്താദാണ് ചാലകത്ത് എന്നപ്പോൾ ഞാൻ പറഞ്ഞത്. പക്ഷേ അല്ല, ഖുത്ബി തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ട് ചരിത്രങ്ങളൊന്നും കാണും. ഖുത്ബി തങ്ങളും ഷാലിയാത്തി, കാരണം ഖുത്ബി തങ്ങളുടെ ഉസ്താദാണല്ലോ ചാലകത്ത്. അല്ല അതുണ്ടാവും, പക്ഷേ നേരെ ഉസ്താദല്ലേ. പക്ഷേ ചാലകത്തിൻ്റെയും കൂടി ഉസ്താദാണ് തട്ടാങ്ങര. പക്ഷേ ഞങ്ങളോട് പറഞ്ഞ ഒരുപാട് ചരിത്രം അതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഷാലിയാത്തി ചാലകത്തിനെതിരായിട്ടാണ് കിതാബ് എഴുതിയത്. ചാലകത്തിനെതിരെന്നല്ല, മൂപ്പര് ജിഹത്തുൽ ഖിബില ശരിയായിരിച്ചുകൊണ്ടാണ് ചാലകത്ത് എന്ത് ചെയ്തത്? ഖീറത്തുൽ അദില്ല ഫിസ്തിഖ്ബാലി ജിഹത്തുൽ ഖിബില എന്ന് പറഞ്ഞിട്ട് കിതാബ് എഴുതിയത്. ആ കിതാബിൽ മൂപ്പര് ഈ ഐനുൽ ഖിബിലൻ്റെ ദേവകൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ചാലകത്തിന് മറുപടി എന്നുള്ള ആൾക്കല്ല. മൂപ്പര് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, എന്നോട് പലരും നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് എഴുതുന്നത്. അതങ്ങനെ അന്ന് ആ വിഷയത്തിൽ ഇടപെടാക്കാൻ കാരണം മൂപ്പര് ആരുമല്ലാത്തതുകൊണ്ടല്ല. 26-30 വയസ്സിൻ്റെ ഇടയിലായിരിക്കണം, ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ മൂപ്പര് കുത്തുബിൻ്റെ ശിഷ്യനായതുകൊണ്ടായിരിക്കണം അതിലെന്ത് ചെയ്യാറുന്നത്. ചെറുപ്പക്കാരനുമല്ലേ, തട്ടാങ്ങലൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരല്ലേ അന്നത്തെ. നമുക്കിപ്പോൾ ചാലിയകത്ത് വലിയ ചാലിയാത്തി വലിയ ആളാണെന്ന് അറിയുന്നത് നമ്മളെ തൊട്ട് മുമ്പ് കണ്ണു നോക്കിയിട്ടാണ്. ആ ഖിബലത്തർക്കത്തിൽ ഇടപെട്ട ആലിമീങ്ങളോ അവരുടെ ശിഷ്യന്മാരോ അവരുടെ ശിഷ്യന്മാരോ ഒന്നൊന്നില്ല. അങ്ങനെ മനസ്സിലാക്കണം. ആ കാലത്ത് ഈ വിഷയത്തിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടത്. ഈ വിഷയത്തിൽ ഒരുപാട് ഫത്താവകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഫത്വകൾ അത് ഒന്ന് മൗലവി കുഞ്ഞഹമ്മദ് ഹാജി അവർ പുളിക്കക്കാർക്ക് കൊടുത്ത ഫത്വ, അത് ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 2 കുഞ്ഞഹമ്മദ് ഹാജിനെ കൊടിയത്തൂർക്കാർക്ക് കൊടുത്ത ഫത്വ. 3 ഐന്തൂർ പോക്കാട് കുഞ്ഞഹമ്മദ് ഹാജിക്ക് കൊടുത്ത ഫത്വ. പിന്നെ കുട്ടിയമ്മ മൊലിയാർ തങ്ങൾ എഴുതിയ ഒരു ഫത്വ, കുട്ടിയമ്മ മുസ്ലിയാർ ഫത്വ. കുഞ്ഞൻ ബാബ മൊലിയാർ തങ്ങൾ എഴുതിയ ഫത്വ, അതായത് മൊത്തം കുഞ്ഞൻ ബാബ മുസ്ലിയാർ ഫത്വ. അതിന് മൗലവി കുഞ്ഞഹമ്മദ് ഹാജി അവർ എഴുതിയ റദ്ദ്. അപ്പോൾ കുഞ്ഞഹമ്മദ് മറുപടി എഴുതി. കരിമനിക്കൽ അഹമ്മദ് മൊലിയാർ അവർ എഴുതിയ ഫത്വ. ഈ കരിമനിക്കൽ അഹമ്മദ് മൊലിയാർ എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക്
പിന്നെ തട്ടാങ്ങര കുട്ടിയ മൂല്യാരെ പൊന്നാനി മക്തും കുഞ്ഞമൂല്യാരെ ക്രിസ്ത്യനാണ് മൂപ്പര്. പിന്നെ ബാനി ഹദ്റത്തിൻ്റെ ഒക്കെ ക്രിസ്ത്യനാണ്. എന്നാൽ പാങ്ങിൽ അഹമ്മദ് യൂസിലെ ഉസ്താദാണ്, പാങ്കാൻ്റെ ഉസ്താദാണ്. 1934 സമസ്ത രജിസ്റ്റർ ചെയ്യുമ്പോൾ 34ാമത്തെ മെമ്പറായിട്ട് ചേർക്കപ്പെട്ട ആളാണ് ഈ പിന്നെ കരിമ്പനക്കൽ അഹമ്മദ് മൗലിയാരുണ്ട്. അപ്പോൾ മൂപ്പര് എഴുതിയ ഫത്വ. വേറൊന്ന് അതിന് മൗലവി കുഞ്ഞഹമ്മദ് ആജി ഇവിടെ എഴുതിയെടുത്ത് അതിന് കരിമ്പനക്കൽ പോക്കർ മൗലിയാർ എഴുതിയ അതിനെതിരെ എഴുതിയ ഫത്വ. കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മൂപ്പര് 1350 വഫാത്ത്. സാഖുത്തുൽ മൗലിയാരെ വാപ്പ വല്ലാസുൽ പറഞ്ഞ സാഖുത്തുൽ മൗലിയാരെ വാപ്പ. പിന്നെ ഈ വേലൂർ ബാനി ഹദ്റത്തിൻ്റെ ശിഷ്യനാണ്, കുത്തുബിൻ്റെ ഉസ്താദാണ് മൂപ്പര്. അപ്പോൾ അന്നത്തെ വലിയ വലിയ ആലിമീങ്ങളാണ് ഇവിടെയൊക്കെ. എന്നാൽ ചാലകത്തിന് അനുകൂലമായിട്ടൊരു ഫത്വ വേറെ കണ്ടിട്ടില്ല അന്ന്. ചാലകത്തല്ലാതെ ചാലകത്ത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേരളക്കരയിൽ റസൂലുള്ളാഹിൻ്റെ കാലം തൊട്ട് ദീനുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. പോട്ടെ സ്വഹാബത്തിൻ്റെ കാലത്ത് ഏതായാലും ഇസ്ലാം ഉണ്ടല്ലോ. അന്ന് തൊട്ട് ചാലകത്തിൻ്റെ കാലം വരെ നിക്കരിച്ച പള്ളിയാണ് ഇവിടെ ഉള്ളത്. ഈ പള്ളിയുടെ കിബില പൊളിക്കണമെന്നാണ് അറിയുന്നത്. മമ്പറന്തങ്ങളൊക്കെ കായബ നോക്കി കുറ്റിയടിച്ച പള്ളിയാണ്. തിരുരങ്ങാടി പള്ളിയില്ല, വെല്ലുള്ളി. തിരുരങ്ങാടി വെല്ലുള്ളിൻ്റെ കിബില തെറ്റാന്ന് പറഞ്ഞ ചാലകത്ത്. ആ പള്ളി ഇപ്പം അടുത്തല്ല പൊളിച്ചു പണിത്. ഇപ്പം അടുത്ത് പൊളിഞ്ഞാകുമ്പോൾ അയനിലേക്ക് തിരിച്ചു തന്നെയാണ് കുറ്റിയടിച്ചതിന്. ഞാനിതൊരു വിവാദമാക്കാൻ വേണ്ടി പറയല്ലോ. ഈ സാഹസിൽ തന്നെ അയന്ന് വേണമെന്ന് പറഞ്ഞ മൂല്യന്മാരുണ്ടാവും. ചാലകത്ത് പറയണ് അന്ന് നോക്കാതൊക്കെ ചെയ്തതാണെന്നാണ് ആ വിഷയത്തിൽ. അന്ന് ജിഹത്ത് വരെ മാറിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. കേരളത്തിൽ ഒറ്റ പള്ളിയും ജിഹത്ത് മാറിയിട്ടില്ല, അയിന് മാറിക്കാണുന്നു. ചാലകത്ത് പറയണ അങ്ങനെയാണ്. പക്ഷെ അന്ന് വമ്പുളം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, വമ്പുളം തങ്ങൾ ഇരുന്ന ഇരിപ്പെന്ന് കയമ്പ നോക്കിക്കണ്ട് ഉച്ചയടിച്ചിരുന്നു. അല്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ് അന്നുള്ളത് എന്നർത്ഥം. ഏത് അല്ല, ചരിത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടുകേൾവിയാണ്. കാരണം ഞങ്ങളോട് പറഞ്ഞല്ലോ, കേരളക്കരയിൽ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പ്രകൃതി കേരളത്തിലേതില്ല ഇല്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരുപാട് ആലിമീങ്ങൾ കഴിഞ്ഞു പോയിണ്ടല്ലോ, ഇവിടെ ഒടിയതില്ല. ത്വയ്ഫക്ക് ഷറഹ് എഴുതിയ ആലിമീങ്ങൾ തിരുരങ്ങാടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില ചരിത്ര പുസ്തകങ്ങൾ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. ത്വയ്ഫക്ക് നമ്മളെ ഇബ്നു ഹജർ തങ്ങൾ ത്വയ്ഫക്ക് ഷറഹ് എഴുതിയ. ഞാൻ ഇർഷാദുൽ ജാഫിൻ്റെ ഹവാഷികൾ തിരഞ്ഞു നടന്നൊരു കാലത്ത് അങ്ങനെ ആഷികൾ തിരഞ്ഞു നടന്നപ്പോൾ കുന്നംപള്ളി എതിരൊലിയാർ എഴുതിയ ആഷിബ നമുക്ക് കിട്ടാണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അറിഞ്ഞു ഏത് തിരുരങ്ങാടി കോടഞ്ചേരി അമിട്ടി സിലബസ് ഉണ്ടായിരുന്നു. കുട്ടരങ്ങാടി മൂപ്പര് എഴുതിയ ആശി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പരതി പറഞ്ഞ പോലൊക്കെ പറയണ ഷർഹ് ഉണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. കേരളത്തിൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ത്വയ്ഫൻ്റെ മുഖദ്ദിമക്ക് ഷർഹ് എഴുതിയെന്ന് പറയുന്നു. അപ്പോൾ കേരളക്കരയിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയോ രേഖപ്പെടുത്തപ്പെട്ടത് എന്ത് ചെയ്യോ എടുത്തു വെക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സിസ്റ്റമില്ല. പിന്നെ തലമുറ എന്ത് ചെയ്തിട്ടാണ് കൈമാറിപ്പോരുന്നൊരു ചരിത്ര സ്വഭാവമാണ് കേരളക്കാർക്ക്. ആ ചരിത്രത്തിൽ കേരളക്കാർക്ക് ദഖൽ കുറവാണ് എന്നതിന് തെളിവാണല്ലോ നമ്മൾ ദർസ് നടത്തുമ്പോൾ ഹദീസിൻ്റെ കിതാബ് ദർസ് നടത്തുമ്പോൾ സനദി ചർച്ച ചെയ്യല്ലോ. വബിഹി ഖാല ഹദ്ദസനാ ഫുലാനുബ്നു ഫുലാനുബ്നു ഫുലാൻ നോക്കാൽ എന്നിട്ട് ഹദീസാണ് വായിച്ചു. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ദർസ് നടത്തുമ്പോൾ എങ്ങനെ ഉണ്ടാകുക? സനദ് അടക്കുക. കാരണം ചരിത്രത്തിൽ നമുക്കുള്ള ദഖൽ കമ്മിയാണ്. അതിനൊരു ശ്രമമാണ് എടുത്തിയതാണ് നമ്മളെ കാവനൂർ ഗഫൂർ സഖാഫി മഅദില്ല മുദരിസ് വിജ്ഞാനശിലകൾ എന്ന മൂപ്പര മലയാള പുസ്തകം. 300 ആൾ ചരിത്രം ഉണ്ടായില്ല. നെല്ലിക്കുത്ത് മാലി മൂലിയാർ അതിന് മലയാളത്തിലെ മഹാരഥന്മാർ എന്ന് പറഞ്ഞ് കുറഞ്ഞ ഭാഗം അതിന് മലയാളത്തിൽ തരുവാണ് ആരോ എഴുതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി നമുക്കത് കുടുങ്ങിക്കൂടാ, അതും കൂടി ഞാൻ ഇടയ്ക്ക് വെച്ച് പറയുന്നത്. അപ്പോൾ ഇന്നുള്ള ആലിമ്യങ്ങളുടെ ചരിത്രം നമ്മൾ എഴുതിയേക്കണം, എന്നെങ്കിലേ അടുത്ത തലമുറക്ക് എന്ത് ചെയ്യുള്ളൂ. എന്നോടൊരു ഇസ്മായിൽ ഉസ്താദ് തഹസ്സുൽ പഠിക്കുമ്പോൾ പറഞ്ഞു, അടുത്ത തലമുറ എങ്ങനെ പറയുന്ന അറിയാൻ എനിക്ക് ചോദിച്ചു. നെല്ലിക്കുത്ത് ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരുടെ ചരിത്ര കിതാബുകളിൽ എന്ന് പറയും. അത് പറയുകയാണെങ്കിൽ ഇപ്പം എഴുതിയച്ചോന്നറിയല്ലോ. ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടേ അത് പറയുകയാണെങ്കിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് എഴുതിയച്ചോന്നറിയല്ലോ. അത് പറയില്ലേ നമ്മൾ 100 കൊല്ലം ഉള്ളത് അല്ലേ. അരിപ്പുഴ വൈദ്യരാജി നമുക്കൊക്കെ അറിയാലോ. അരിപ്പുഴ നമ്മളെ മലപ്പുറം അടുത്താണ് ഈ അരിപ്പുഴ വൈദ്യരാജ് സയ്യിദുൽ ബക്കറിൻ്റെ ശിഷ്യനാണല്ലോ. സയ്യിദുൽ ബക്കർ കേരളത്തിലെ പഴയ ആലിമീങ്ങളുടെ ഒരു ചരിത്രം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജമ്മിലൊരു സ്ഥലത്തില്ലേ വക്കാല സൊഫിയുൽ ഹിന്ദിയു, സൊഫിയുൽ ഹിന്ദി ഇന്ത്യക്കാരനല്ലേ, പക്ഷേ നമുക്കറിയാമല്ലോ. അപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് നമ്മൾ വളരെ പിന്നിലാണ്. ഇതൊന്ന് മാറ്റപ്പെടുത്തണം. മാറ്റിയിട്ട്
ഇപ്പം കഴിഞ്ഞ തലമുറ, നമ്മളെ തൊട്ടുമ്പോൾ തലമുറ അല്ലേ, ഈ തലമുറൻ്റെ ചരിത്രം നമ്മളിപ്പോൾ പരതിയാൽ എന്ത് ചെയ്യും? കിട്ടും. ഇപ്പോൾ പലരും കാണും അവാർഡും എന്ന് പറഞ്ഞ മൊബൈലിലൊരു ഗ്രൂപ്പുണ്ട്, നമുക്ക് ഉണ്ടാവുകയില്ലേ, പലരും കാണും ഇതിനകത്ത് ആളുണ്ട് എന്നാ തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ആ ഹൈവാനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, അതൊന്ന് അറബിയിൽ ഒരു കിതാബാക്കി എഴുതി വെച്ചൂടെ, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നാൽ അടുത്ത തലമുറക്ക് അതെന്ത് ചെയ്യും? ആ ചങ്ങായി ഒരുപാട് കഷ്ടപ്പെട്ടണതിന് ഓരോ സ്ഥലത്തും പോയിട്ട് അവരുടെ ഖബറൊക്കെ ഫോട്ടോ എടുത്ത് അവരൊക്കെ പരതി പോലെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ ചങ്ങായിന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ വലിയവനാണ്. അപ്പോൾ അവന് വേഴ്ച പെരയിക്കും വരൂല. എന്നിട്ട് അപ്പോൾ വേഴ്ച വരുമ്പോൾ എവിടെയെങ്കിലും ഖബർ ഫോട്ടോ എടുക്കാൻ പോയതേക്കാരം ഇങ്ങനെ. അപ്പോൾ ഞാനൊരിക്കൽ പറഞ്ഞു, അതിന് എഴുതി വെച്ച് പ്രസിദ്ധീകരിച്ചാൽ അത് സമൂഹത്തിന് ഉപകാരപ്പെടും, അതിന് കേരളക്കാരത്ത് കൊണ്ട് വേറെയാക്കിയാൽ മതി. അപ്പം എന്നോട് ഇവർക്ക് പറഞ്ഞത് അത് പ്രസിദ്ധീകരിച്ചാൽ ബുക്കണം, ബുക്കുമ്പോൾ പൈസ ആക്കണം, പൈസക്ക് കൊടുക്കാൻ പറ്റൂല, വെറുതെ അടിച്ചാൽ എൻ്റെ അടുത്തിട്ട് പൈസയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ തുടർവാനക്ക് ത്വയ്ഫത്തുൽ അഹ്ബാബും ഖീറത്തുൽ അദില്ലയും വായിച്ചാൽ ഏതാണ്ട് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും? തിരിയും. ആണ് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കണം. അസ്സലാമു അലൈക്കും.